നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമ ഹോളിവുഡ് സാങ്കേതിക വിദ്യ പോലും ഇറക്കുമതി ചെയ്ത് 100 കോടി ക്ലബിൽ കയറിപ്പറ്റാൻ മത്സരിക്കുന്ന വർത്തമാനകാലത്ത് സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരുടെ സംസ്കാരം തികച്ചും പ്രാകൃതമായി തുടരുന്നത് വേദനാജനകവും ഒരു മലയാളി എന്ന നിലയിൽ അപമാനകരവുമാണ്. മലയാള ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി പഠിച്ച് സർക്കാരിന് 5 വർഷം മുമ്പ് റിപ്പോർട്ട് സമർപ്പിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ലഭിച്ച മൊഴികളും അനുഭവങ്ങളും പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നിയതാണ് ഒറ്റവാചകത്തിൽ ഇവിടെ പറഞ്ഞത്. വെളിയിലുള്ള പളപളപ്പ് മാത്രമേയുള്ളൂ, അകത്ത് ദുഷിച്ചു നാറിയ വ്യവസ്ഥയാണ്. ഭക്ഷണത്തിലും താമസത്തിലും യാത്രയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും എന്തിനധികം ഇരിപ്പിലും നിൽപ്പിലും പോലും വിവേചനം നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ മറ്റെവിടെയും കാണാനാവില്ല. ലൈംഗിക ചൂഷണത്തിലൊന്നും പുതുമയില്ല. പക്ഷേ എന്നെ ഞെട്ടിച്ചത് 60 വയസ്സ് തികഞ്ഞ ഒരു എക്സ്ട്രാ നടി അതിരാവിലെ മുതൽ ലൊക്കേഷനിൽ നിന്ന് അവശയായി ഒഴിഞ്ഞ കസേരയിലിരുന്നപ്പോൾ അവരെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞു വിട്ടതും അവർക്ക് അടുത്ത ദിവസം തൊഴിൽ നിഷേധിച്ചതുമാണ്. എന്നെ അമ്പരപ്പെടുത്തുന്നത് ലൊക്കേഷനിൽ ശുചിമുറി സൗകര്യം ഏർപ്പെടുത്താത്തതിനാൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വെള്ളം കുടിക്കാതെ രാപ്പകൽ കഴിയുന്നതാണ്. ഇതിനെല്ലാം പുറമെ ലൈംഗിക അരാജകത്വത്തിൽ ആമഗ്നമായ ഒരു വിഭാഗത്തിൻ്റെ അടിമകളാവേണ്ടി വരുന്ന ദുരവസ്ഥയും. 1 കോടിയിൽ പരം രൂപ ചെലവിട്ട് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് 5 വർഷം കോൾഡ് സ്റ്റോറേജിലായത് എങ്ങനെ? 5 വർഷത്തിനിപ്പുറം റിപ്പോർട്ട് ഭാഗികമായി മാത്രം പുറത്തുവിട്ടത് ആരുടെ താൽപ്പര്യപ്രകാരമാണ്? ആരെയാണ് സർക്കാർ ഭയക്കുന്നത്? റിപ്പോർട്ടിന്മേൽ ഇനിയും അടയിരിക്കുമോ, അതോ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുടച്ച് വാർക്കൽ ഉണ്ടാകുമോ? ഇക്കിളിപ്പെടുത്തുന്ന പൈങ്കിളി കഥകളല്ല കേൾക്കേണ്ടത്, ഇരയാക്കപ്പെട്ടവർക്ക് നീതി കിട്ടുമോ എന്നാണ് അറിയേണ്ടത്. വേട്ടക്കാർ ശിക്ഷിക്കപ്പെടുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. തിരക്കഥാകൃത്ത് വിനു കിരിയത്ത്, നടി ടി ഉഷ, സാമൂഹ്യ പ്രവർത്തക അഞ്ജു പാർവതി പ്രബീഷ്, ചലച്ചിത്ര സംവിധായകൻ വിജി തമ്പി, സേവ് കേരള ഫോറം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM ഷാജഹാൻ, വ്യവസായി ഷർഷാദ് ബനിയാണ്ടി എന്നിവ പ്രതികരിക്കാൻ അതിഥികളായി എത്തിയിട്ടുണ്ട്. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഒരിക്കൽ കൂടി പ്രേക്ഷകരെയും. ശ്രീ വിനു കിരിയത്ത്, മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പുണ്ട്. ക്രിമിനലുകളാണ് ചലച്ചിത്ര മേഖലയെ നിയന്ത്രിക്കുന്നത്. 2ാം തരക്കാരായ സ്ത്രീകൾക്ക് അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അരക്ഷിതാവസ്ഥയാണ്. അവർ അടിമുടി ചൂഷണം ചെയ്യപ്പെടുന്നു. അവർ സമ്മർദ്ദത്തെ തുടർന്ന് വഴിവിട്ട് പ്രവർത്തിക്കാൻ നിർബന്ധിതരാകുന്നു. താരങ്ങൾക്ക് ഈ പറയുന്ന തിളക്കമൊന്നുമില്ല. ഇവരുടെ കയ്യിലിരിപ്പ് ശരിയല്ല. പോലീസിൽ പരാതിപ്പെട്ടാലും നടപടിയില്ല. പരാതിപ്പെടുന്നവർ വെള്ളി വെളിച്ചത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്താവും. നടുക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും റിപ്പോർട്ടിൽ ഇതെല്ലാം അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് 2:30 റിലീസ് ചെയ്ത പുതിയ മലയാള സിനിമയ്ക്ക് അധോലോകം എന്ന് പേരിട്ടാൽ അത് അതിശയോക്തപരമാവുമോ? അനില്, ആദ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വലിയൊരു അഭിനന്ദനം. ഞാൻ വായിച്ചതിൽ 100% അതിൽ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രസക്തമായ ചോദ്യം ആരെക്കുറിച്ചാണ്? മലയാള സിനിമയിൽ ആയിരക്കണക്കിന് പുരുഷന്മാരുണ്ട്. ഞാനുമെല്ലാം വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് നല്ല മനുഷ്യരെ, കൂടുതലും ഞാൻ നല്ല മനുഷ്യരെയാണ് കണ്ടിരിക്കുന്നത്. കടലിൽ ആരോ പറഞ്ഞ പോലെ ഏതിലായാലും ഒരു അല്പം വിഷം ചേർത്താൽ അതിൻ്റെ മാറ്റു കുറയുന്നതുപോലെ വിഷങ്ങൾ കുറേ ഉണ്ട്, അതിലും സംശയമില്ല. പക്ഷേ എന്ന് വെച്ച് എല്ലാ സ്ത്രീകളും 100% സിനിമയിൽ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് ഞാൻ 100% ഞാൻ പറയില്ല. കാരണം ഒരുപാട് പേര് അവസരം തന്നാൽ ഞാൻ എന്തിനും തയ്യാർ എന്ന് പറയുന്നു. അതിനെനിക്ക് ഓർമ്മ വരുന്നത് കലിക സിനിമയിൽ ഇവർ പറയുന്നുണ്ട്, ഷീലാമ്മ സുകുമാരനോട് ആരെങ്കിലും കാണും
അപ്പൊ സുകുമാരൻ പറയുന്നുണ്ട് അമ്പടി കള്ളി അപ്പോൾ ആരെങ്കിലും കണ്ടാലേ ഉള്ളൂ പ്രശ്നം എന്ന് പറഞ്ഞതുപോലെ അവസരം തന്നാൽ ഞാൻ എന്തിനും തയ്യാറ് എന്ന് പറയുന്ന നടിമാരും പുതുമുങ്ങളെ കൊണ്ടുവന്ന അമ്മമാര് വരെ സിനിമയിലുണ്ടായിരുന്നു. ഒരുപാട് പേര് എനിക്കറിയാം. അതെല്ലാം നമ്മൾ കഴിഞ്ഞു. പക്ഷെ ഇത് ഏത് കാലഘട്ടത്തിലെ പരാതിയാണെന്ന് പറയാത്തിടത്തോളം എല്ലാവരും സംശയത്തിൻ്റെ നിഴലിലാണ്. കാരണം പണ്ട് ജീവിക്കാൻ വേണ്ടി സിനിമയിൽ അഭിനയിക്കാൻ വന്ന പെണ്ണുങ്ങളാണെങ്കിൽ ഇന്ന് വരുന്നതേ ബെൻസ് കാറിൽ വരുന്ന പെൺകുട്ടികളുണ്ട് അഭിനയിക്കാൻ. അവർക്കിതൊന്നും ഇത്തരം ഇഷ്യൂസ് ഒന്നും അവർക്ക് വേണ്ട. കാരണം ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകാൻ പറ്റും. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നു എല്ലാത്തിനെയും വിശ്വസിക്കേണ്ട, കാരണം ഉപ്പിനും പഞ്ചസാരയ്ക്കും ഒരേ നിറമാണ്. ഇത് സ്ത്രീകളും മനസ്സിലാക്കണം. എനിക്ക് വേണ്ടടോ തൻ്റെ പടമെന്ന് പറയാനുള്ള ചങ്കൂറ്റം വേണം. അവസരം തന്നില്ല, അല്ലെങ്കിൽ 4 പടത്തിൽ അഭിനയിച്ചു, 5ാമത് അവസരം തന്നില്ലെങ്കിൽ എന്നെ പീഡിപ്പിച്ചു എന്ന് പരാതി നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ടതിനോടൊന്നും നമുക്ക് യോജിക്കാനേ പറ്റില്ല. പിന്നെ ഭക്ഷണത്തിലെ വിവേചനം അത് ഉണ്ട്. അത് സധൈര്യം സിനിമാക്കാരനായി ഞാൻ പറയുന്നു. അത് ഏത് കാലഘട്ടം തൊട്ട് ആര് സൂപ്പർ സ്റ്റാർസ് ആയപ്പോൾ തൊട്ടെന്നുള്ളത് ഒന്ന് ആലോചിക്കണം. സ്പെഷ്യൽ ഫുഡ്, സ്പെഷ്യൽ കുക്ക് ഈ മേശപ്പുറത്തിരുന്ന് കഴിക്കുമ്പോൾ ബാക്കിയുള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നത്തിൽ വിവേചനം കാണിക്കുന്ന താരങ്ങളോടൊക്കെ അന്നും ഇന്നും ഞാൻ എതിർത്തിട്ടുള്ളത്. കാരണം ഞാൻ സിനിമ നിർമ്മിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞ കാര്യം തന്നെ പറയണം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മാട്ടുപ്പെട്ടി മച്ചാൻ്റെ 55ാം ദിവസം ഫംഗ്ഷന് പോകുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ താരങ്ങൾ ഉൾപ്പെടെ ഒരേ ഹോട്ടലിലാണ് താമസിച്ചത്, സ്റ്റാർ ഹോട്ടലിൽ. എനിക്ക് ഭയങ്കരമായിട്ട് ചിലവായി. പക്ഷേ എങ്കിൽ പോലും അതാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ റൂമിൽ ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ ഹോട്ട് കാരിയറിൽ VIP എഴുതി കൊണ്ടുവന്നതിന് വഴക്ക് പറഞ്ഞവനാണ് ഞാൻ. അന്നത്തിന് എന്തിന് VIP? ഒന്ന് ആലോചിച്ചു. എന്തൊരു വിരോധാഭാസമാണ്. എന്നെ സൂചിപ്പിക്കാനാണ്. കാരണം ഞാൻ പ്രൊഡ്യൂസറാണ്. എനിക്ക് ആ VIP വേണ്ട. കാരണം ഞങ്ങൾക്ക് ഹോട്ട് കാരിയർ വേണം. കാരണം ഞങ്ങൾ എഴുതുമ്പോൾ രാത്രി 2 മണി 3 മണിക്കൊക്കെ ആയിരിക്കും ഉറങ്ങണമെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇത്തിരി ലേറ്റ് ആകുമ്പോൾ നല്ല ചൂടോടെ ഹോട്ട് കാരിയർ വേണം. അപ്പോൾ അതിൽ VIP എഴുതിയപ്പോൾ പയ്യെ പ്രൊഡക്ഷൻ പോയി പറഞ്ഞു, സാർ ഇത് എഴുതിയില്ലെങ്കിൽ വഴക്ക് പറയുന്ന സംവിധായകരും വഴക്ക് പറയുന്ന ആർട്ടിസ്റ്റും ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിനോടൊന്നും നമുക്ക് അപ്പോൾ അതിലൊക്കെ വിവേചനമുണ്ട്. പിന്നെ രാത്രി വാതിലിൽ മുട്ടും, ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. പക്ഷെ ഈ 5 വർഷത്തെ ഈ താമസമൊക്കെ ഉണ്ടെങ്കിലും ഇനിയും വീണ്ടും 5 കൊല്ലത്തിന് ശേഷം മറ്റൊരു കമ്മിറ്റിയുടെ അടുത്ത് പരാതിയുമായി ഇവിടുത്തെ പെൺകുട്ടികൾ പോകാതിരിക്കട്ടെ എന്നൊരു വലിയ പ്രാർത്ഥനയുണ്ട്. അപ്പം റിയാക്ട് ചെയ്യണം. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മ സംഘടനയ്ക്കോ ഫെഫ്കയ്ക്കോ ഒരിക്കലും ഇതിങ്ങനെ നോക്കി നടത്താനൊന്നും പറ്റില്ല. അവർ ഒരു സംഘടനയുടെ ആൾക്കാരാണ്. ഷൂട്ടിംഗ് നടക്കുന്ന പല സ്ഥലങ്ങളിലാണ്. അവിടെ തീരുമാനിക്കേണ്ട പെൺകുട്ടികൾ തന്നെയാണ്. ആ നിമിഷം റിയാക്ട് ചെയ്യണം. ഈ അമ്മയ്ക്കും ഇതിനും ഹേമ കമ്മിറ്റിക്കും മുകളിലായി നമുക്കിവിടെ നിയമങ്ങളും പോലീസും കോടതിയും ഉണ്ട്. അവിടെ പോയി പരാതി പറയാം. ഇന്ന് അതിനുള്ള ഒരു മൊബൈൽ പോരെ ഒരു കംപ്ലൈന്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം സംഭവിച്ചിട്ട് പരാതി പോലീസിൽ പരാതിപ്പെട്ടാൽ തന്നെ നടപടി ഉണ്ടാവുന്നില്ല. മാത്രമല്ല, പോലീസിൽ ആര് പോയി പരാതിപ്പെടും? ഇവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടില്ലേ പോലീസിൽ പറഞ്ഞാൽ? പറഞ്ഞോളൂ. അല്ല, പോലീസിൽ പോയി ആര് പരാതി കൊടുക്കും? പോലീസിൽ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അവസരം നിഷേധിക്കപ്പെടും. ഞാൻ പറഞ്ഞ അത്തരം അവസരം വേണ്ടെന്ന് എല്ലാവരും, ഞാൻ ചോദിക്കട്ടെ, അത്തരം അവസരം എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഹേമ കമ്മിറ്റി പരാതി കൊടുത്തവർക്ക് ആർക്കും പണമില്ല. എന്നാൽ അവരിപ്പോൾ വിളിച്ച് പറയട്ടെന്നേ ആരെക്കുറിച്ചാണ് ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കണമെന്ന്. അങ്ങനെയെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് ഉണ്ടാവട്ടെ. ഈ 5 വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച ഡിക്ലെയർ ചെയ്യാൻ പോയ സമയത്ത് എന്തിനായിരുന്നു രഞ്ജിനി കൊണ്ടുവച്ച് വീണ്ടും ഒരു സ്റ്റേ കൊടുത്തത്? 5 വർഷം പിന്നെ ജനങ്ങൾ മണ്ടന്മാരൊന്നുമല്ല. സിനിമയിൽ നടക്കുന്നത് ഇതൊന്നും സിനിമയിൽ മാത്രം ഒന്നും അല്ലല്ലോ, എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ പാർട്ടികളിനകത്തും ഇതുപോലത്തെ കേസുകളുണ്ട്, സർക്കാർ ഓഫീസുകളിൽ കേസുകളുണ്ട്. സിനിമ കൂടുതൽ ഒരു എന്താ പറയുക ജനങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു മാധ്യമം ആയതുകൊണ്ട് ഇതെല്ലാം വെളിയിൽ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിനെ ജനറലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ തൊഴിലിടങ്ങളിലൊക്കെ സ്ത്രീകൾ ഇതുപോലുള്ള പിന്നെ പീഡനങ്ങൾ നേരിടുന്നുണ്ട്, അവർക്ക് ദുരനുഭവങ്ങളുണ്ട്. പക്ഷേ അവിടെയൊക്കെ അതായത് നമുക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല. സിനിമയിൽ മാഫിയകളുടെ കയ്യിലാണ്, അവരാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവർ നടപ്പാക്കുന്ന നിയമം അത് മാത്രമേ അവിടെ അംഗീകരിക്കപ്പെടുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. നോക്കൂ, പോലീസിൽ പരാതിപ്പെടാൻ പോലും പറ്റുന്നില്ല എന്ന് പിന്നെ കമ്മീഷന് മൊഴി കൊടുത്തിട്ടുണ്ട്, ഈ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഈ മേഖലയെ, സിനിമാ മേഖലയെ മറ്റ് മേഖലകളുമായി താരതമ്യം ചെയ്യുന്നത് ഉചിതമാവില്ല എന്ന് എനിക്ക് തോന്നുന്നു.
അല്ല, ഞാൻ നോക്കൂ, നമ്മൾ ബംഗ്ലാദേശിലൊരു ഡോക്ടറെ തൊഴിലിടത്തിൽ വെച്ചാണ് ഒരുപാട് പേര് ചേർന്ന് ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടും അന്വേഷിക്കാൻ ബംഗാളിൽ എന്നിട്ട് ഇപ്പോൾ അത് അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല. ഒരാളെ മാത്രം പേരിന് അറസ്റ്റ് ചെയ്തു ഇല്ലേ? അപ്പോൾ ഇതെല്ലായിടത്തും ഉണ്ട്. സിനിമയിൽ അത്രയൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സംഭവിച്ചത് സംഭവിച്ചു. ഇനി ഇത് മാറാൻ എന്ത് സൊല്യൂഷൻ എന്നാണ് ഈ ഇരിക്കുന്ന സംഘടനകൾ തീരുമാനിക്കേണ്ടത്. ഈ പറഞ്ഞ പോലെ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നു, അതൊക്കെ ഉണ്ടെന്നുള്ളത് അതൊന്നും നമ്മൾ ഇല്ലാന്നൊന്നും ഞാനും പറയുന്നില്ല. എനിക്ക് ഒരുപാട് പേര് പരാതികൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഒറ്റ കാര്യം പറയാം, പിന്നെ ഈ തുല്യ വേതനം, ടൈറ്റാനിക്കിലെ കേറ്റ് വിൻസ്ലെറ്റിനെ ഇവിടെ അഭിനയിക്കാൻ കൊണ്ടുവന്നിട്ട് സൂപ്പർ സ്റ്റാറിൻ്റെ അതേ പൈസ കൊടുത്താൽ അവർ അഭിനയിക്കുമോ? ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിക്കുന്നത് സൂപ്പർ സ്റ്റാറാണ്. നായികയായിട്ട് കേറ്റ് വിൻസ്ലെറ്റ് വേണം. അവർ വന്നു കഴിഞ്ഞാൽ ഈ സൂപ്പർ സ്റ്റാറിൻ്റെ പൈസയ്ക്ക് അഭിനയിക്കുമോ? അവിടെ ഈ തുല്യ വേതനം ഒന്നും വേണ്ടെങ്കിൽ ഇപ്പം എനിക്ക് തരുന്ന സ്ക്രിപ്റ്റിൻ്റെ പൈസ ആയിരിക്കുമല്ലോ മറ്റൊരാൾക്ക് കൊടുക്കുക. ആവശ്യക്കാരനാണ് പൈസ കൊടുക്കുന്നത്. അതാണ് സിനിമ. കാരണം ഇതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും ഓരോ പടവും ചെയ്യുന്ന ഓരോ നിർമ്മാതാവാണ്, അല്ല മൊത്തം ആ ഇൻഡസ്ട്രി അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തികളാണ്. അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് എനിക്ക് ഇന്ന നായിക മതി, ഇന്ന നായകൻ മതി എന്ന് പറയുന്നിടത്താണ്. അതുകൊണ്ട് അതിനകത്തുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ടോയ്ലറ്റിൽ പോകുന്ന ഫെസിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പുരുഷന്മാരും ഒക്കെ പലപ്പോഴും പുറത്തൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. ഔട്ട്ഡോർ ഷൂട്ടിംഗ് സമയത്തൊക്കെ നമ്മൾ പെൺകുട്ടികൾക്ക് പുരുഷന്മാർക്ക് പുറത്തു പോകാം, പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ആ പോയിന്റാണ് ഞാൻ പറയാമെന്ന്. അതുകൊണ്ട് ഇനിയെങ്കിലും മാറ്റം വരുമ്പോൾ 2 കാരവാൻ കൂടാതെ അറ്റ്ലീസ്റ്റ് ഒരു കാരവാനെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി പ്രൊഡ്യൂസറുടെ ചെലവിൽ മാറ്റി വയ്ക്കുക. അതാകുമ്പോൾ അവർക്ക് ഡ്രസ്സ് ശരിയാണ്, നല്ല കാര്യമാണ്. നമുക്ക് മരത്തിന്റെ പൂട്ടി പോവാം, നമുക്ക് ഈവൻ ഈ കാരവാന്റെ ബാക്കിലും പോവാം, വെളിയിൽ തന്നെ. ഈ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു കാരവാൻ ചെയ്ത് കൊടുക്കുക. കാരണം സ്ത്രീ സുരക്ഷിതത്വം എന്ന് പറയുന്നത്, കാരണം ഇന്ന് ചുറ്റും ക്യാമറയാണ്, അവർക്കൊരു ഡ്രസ്സ് മാറാൻ പോലും ഭയമുള്ളൊരു കാലത്ത് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള നിർമ്മാതാക്കളെയും അത്തരം കാര്യങ്ങൾ, എത്രയോ രൂപ ഒരു സിനിമയ്ക്ക് വേണ്ടി ചിലവാക്കുന്നു, ഒരു കാരവാനിൽ അവിടെ ജൂനിയർ ആർട്ടിസ്റ്റ് ആരും കയറിക്കോട്ടെ. അവിടെ ഈ താരമെന്ന് പറയുമ്പോൾ ശരിക്കും ഈ ജൂനിയർ സീനിയർ എന്നുള്ളതൊക്കെ എടുത്ത് കളയേണ്ട കാലം കഴിഞ്ഞു കേട്ടോ. എല്ലാവരും മനുഷ്യരാണ്, ജീവിക്കാൻ വേണ്ടി വരുന്നവരാണ്. പൈസ പോട്ടെ, കൂടുതൽ കൊടുക്കാം, നായികയ്ക്ക് കൂടുതലായി അത്. പക്ഷെ ഈ അന്നത്തിലും അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റിയിലും ഒക്കെ ഇത്തിരി മാന്യത പുലർത്തണമെന്ന്. അല്ല, ജാതി വ്യവസ്ഥക്കെതിരെയുള്ള മെസ്സേജുകളൊക്കെയാണ് സിനിമയിലൂടെ നമ്മൾ കാണുന്നത്. പക്ഷേ മലയാള സിനിമയിൽ ഇപ്പോഴും അങ്ങനെ ഒരു ക്ലാസ് സിസ്റ്റം ഇപ്പോഴും നിലനിൽക്കുന്നു. നോക്കൂ, കലാഭവൻ മണിയെ നായകനാക്കി ആദ്യം സിനിമ എടുക്കുന്ന ഞാനാണ്. ജാതി വ്യവസ്ഥ എനിക്കില്ല. കമലിനെ വെച്ച് ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. കമലിൽ ഞാൻ ആയുഷ്കാൽ ലിബർട്ടി ബഷീറിന്റെ 2 3 പടം ചെയ്തിട്ടുണ്ട്. ഞങ്ങളിൽ അങ്ങനെ അന്നില്ല. ഇന്നിനി ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുറ്റമല്ല, പുതിയ രാഷ്ട്രീയക്കാരുടെ കുറ്റമാണ്. ഞങ്ങളിൽ ഇത് അടിച്ചേൽപ്പിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണെന്നേ. ഞങ്ങളിലൊന്നും ഇല്ല കലാകാരന്മാർക്ക്. പക്ഷെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണ്. മറ്റവൻ എന്തായാലും ഉണ്ട്. അങ്ങോട്ട് യൂട്യൂബിലും അല്ല ഫേസ്ബുക്ക് ഇതിനകത്ത് അങ്ങ് വച്ച് അലക്കുകയാണ്. വാട്സാപ്പിലും മറ്റേതിനകത്തുമൊക്കെ കമന്റ് ബോക്സിൽ, യൂട്യൂബിൽ ഉൾപ്പെടെ. മറ്റേ നടനുണ്ട്. കാരണം അവൻ പണ്ട് ഇങ്ങനെ ഇവർ കണ്ട പോലെയായി പറയണേ. ഇതിപ്പോൾ എല്ലാവരും സംശയത്തിൻ്റെ നിഴലിലായതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ഒന്നുകിൽ ഈ എല്ലാവരും കൂടെ ചേർന്നിട്ട് ആരൊക്കെ അന്നൊന്ന് പരസ്യമായിട്ട് വിളിച്ച് പറഞ്ഞ് ആരുടെന്ന് ആറട്ടെന്നേ, അതല്ലേ വേണ്ടത്. ഇതിനൊരു സൊല്യൂഷൻ വേണം. ഓക്കെ, അഞ്ജു. ഞാനിപ്പോൾ സാർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. തീർച്ചയായും ഇതിൽ പറയാനുള്ളത് ഒന്ന് ജെൻഡർ പൊളിറ്റിക്സ്, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, അത് എല്ലാ മേഖലകളിലും ഉണ്ട്. പക്ഷേ സിനിമാ മേഖലയിൽ അങ്ങനെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഈ ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. അപ്പോൾ സിനിമാ മേഖലയിലുള്ള ചൂഷണങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ തുടങ്ങിയ നമുക്ക് അതറിയാം, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ലേ സെക്ഷൽ ആയിട്ടുള്ള അഞ്ജു, ഈ എക്സ്പ്ലോയിറ്റേഷൻ അതുപോലെ ഈ പിന്നെ സെക്ഷലി ചൂഷണം ചെയ്യുന്നതൊക്കെ ഇതിൽ നോക്കൂ, അതൊക്കെ പരാതിപ്പെടാനുള്ളൊരു ഇതുണ്ട്, സംവിധാനമുണ്ട്. ഇവിടെ സിനിമാ മേഖലയിൽ ICC ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അത് പ്രവർത്തനക്ഷമമല്ല. ICC സംവിധാനത്തെ പോലും പിന്നെ അതിനെ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ മാറ്റിയിരിക്കുകയാണ്, നിർജീവമാക്കിയിരിക്കുകയാണ്. ഞാൻ ആ റിപ്പോർട്ടിൽ വായിച്ചല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈറ്റിൽ റോള് ആക്ട് ചെയ്യാനുള്ളൊരു നായിക അവർ കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അവരോട് പറഞ്ഞിരുന്നു, അവർ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചു. സിനിമ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു നിങ്ങളുടെ, അതായത് അവർ പറഞ്ഞു ഇങ്ങനെ ലിപ് ലോക്ക് സീൻസ് പറ്റില്ല, അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ട് തന്നെയാണ് സിനിമയിലേക്ക് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. പക്ഷേ സൈൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും, കുറച്ച് സിനിമ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവരോട് പറഞ്ഞു അവർ ആവശ്യപ്പെടാത്ത കുറേ സീൻസ് വേണം, അല്ലെങ്കിൽ അവരുടെ ശരീരം എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള അഭിനയിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പം അവർ സിനിമ തന്നെ ഉപേക്ഷിച്ച് പോയി എന്നുള്ള ഒരു റിപ്പോർട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ കിരീട് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടായെങ്കിൽ, ഇഷ്ടമില്ല എങ്കിൽ നോ പറഞ്ഞിട്ട് പോകാം. പക്ഷെ അപ്പോഴും അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്കകത്ത് തന്നെ അവർ ഭയക്കുന്ന ഒരു മാഫിയ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് സത്യം തന്നെയാണ്. കാരണം പരാതിപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നീതിയും ന്യായം ഒന്നും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ കോൺട്രാക്റ്റ് അവർ സൈൻ ചെയ്യുമ്പം എന്തൊക്കെയാണ് പലപ്പോഴും
വായിക്കാൻ കിട്ടുന്നുണ്ടോ, അങ്ങനെ എന്താ, അപ്പോൾ ഈ ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് അല്ല തോന്നുന്നത് അഞ്ജു അവിടെ തന്നെ ഈ ഭൂരിപക്ഷം ഇതിലും കോൺട്രാക്റ്റ് ഇല്ല, അങ്ങനെ ഒരു കരാറില്ല. അതെ, കരാറില്ല. അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ തന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവർ ഇതിനൊക്കെ സമ്മതിച്ച് തന്നെയാണ് സിനിമയിലേക്ക് വന്നു എന്ന് വേണമെങ്കിലും അവിടെ ആ ഒരു രീതിയിലുള്ള ഒരു ചതിക്കുഴി വെക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മാറ്റങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കോൺട്രാക്റ്റ് വെക്കുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് ഈ കോൺട്രാക്റ്റിൽ ഇൻ കേസ് ഞങ്ങൾ ഇങ്ങനെ അഭിനയിക്കുമ്പം അതിൽ പറഞ്ഞില്ലേ വാതിലുകൾ കുറ്റിയിടാതെ കിടക്കുമ്പോഴുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്കും തീർച്ചയായും ഈ ഒരു സിനിമ വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ പറയുക പോലീസിൽ കേസ് പരാതിപ്പെടാനുള്ള റൈറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കോൺട്രാക്റ്റും എഴുതി വാങ്ങാനുള്ള രീതിയിലുള്ള നിയമങ്ങളാണ് വരേണ്ടത്. അല്ല നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നിട്ട് ഈ എങ്ങനെ മാറ്റി നമ്മൾ ശരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ വരാനുള്ള കാര്യം എന്താണ് സൊല്യൂഷൻസ്, ഈ എക്സ്പ്ലോയിറ്റേഷൻസിനൊക്കെ എതിരെ എന്താണ് സൊല്യൂഷൻസ് എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ 1980s തന്നെ KG ജോർജ് സാർ വ്യക്തമായിട്ട് ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെ കാണിച്ചിട്ടുണ്ട് എന്താണ് സിനിമയ്ക്ക് ആ മേഖലയിൽ നടക്കുന്നതെന്നും ചൂഷണം എന്നൊക്കെ. അതുപോലെ കിരിയത്ത് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ എന്താ പറയുക എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവസരങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തിനും ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് സിനിമാ മേഖലയിലേക്ക് ഇറങ്ങാൻ തയ്യാറായി പെൺകുട്ടികൾ ഉണ്ടെന്നുള്ളത് വാസ്തവം. തീർച്ചയായും ഇന്നും അതുപോലെ തന്നെ പാരൻസ് കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നിട്ട് അപ്പോൾ അതായത് സിനിമാ മേഖലയിലേക്ക് ഒരു വെള്ളി വെളിച്ചത്തിലേക്ക് എന്തും വിട്ടുവീഴ്ചയ്ക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ പിന്നെ അവസരം കിട്ടും. നമുക്കറിയാം കുറേ മീറ്റു ഈ WCC ആയിട്ട് ബന്ധപ്പെട്ട് മീറ്റു കേസസ് വരുമ്പോൾ തന്നെ നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമുണ്ട്. സ്വകാര്യത എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീക്കും നമുക്ക് ആർക്കെതിരെയും ഇതൊരു ആരോപണം, വൈരാഗ്യത്തിൻ്റെ പേരിൽ ആരോപണം. അതായത് ഞാൻ പറയുന്നുണ്ട് സ്ത്രീ സുരക്ഷാ നിയമങ്ങളുടെ പഴുതുകൾ, അല്ലെങ്കിൽ അതൊരു വിമൻ കാർഡ് വെച്ചിട്ട് ഏത് പുരുഷനെയും നമുക്ക് വേട്ടക്കാരനാക്കാൻ പറ്റുന്ന കുറേ പഴുതുകൾ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞ് ഇതിൽ ആരൊക്കെയാണ് കിരിയത്ത് സാർ പറഞ്ഞ പോലെ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം ആരാണ് പിന്നെ WCC തീർച്ചയായും WCC എന്ന് പറഞ്ഞ സംഘടനയാണ് ഇത് മുൻകൈ എടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഈ WCC സംഘടനയിൽ മുൻകൈയിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പം ഭയങ്കര ബോൾഡായിട്ടുള്ള സ്ത്രീകളാണ്. അപ്പം അവരെന്തിനാണ് അങ്ങനെയുള്ളവർക്ക് എന്താണ് ഭയം? അവർ ഈ സിനിമാ മേഖലയിൽ നേരിട്ട പ്രശ്നങ്ങൾ എന്താണെന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അവിടെയാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനൊരു റിപ്പോർട്ട് പുറത്ത് വന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവും? ഇപ്പോഴും ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ മലയാള സിനിമയിലെ വലിയൊരു മല പോലെ ഉള്ള പ്രശ്നങ്ങൾക്കിടയിൽ ഒരു അറ്റം, അതായത് ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഈ റിപ്പോർട്ട്. അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായ വിഷയങ്ങൾ ഒരുപാടുണ്ട്. അതിൽ നമുക്കറിയാം നമ്മുടെ മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഒരു ലോ ബജറ്റ്, അല്ലെങ്കിൽ നമുക്കൊരു ബജറ്റ് ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം നിർമ്മാതായത് കൊണ്ട് തന്നെ അറിയാം നമ്മൾ മറ്റേ തെലുങ്ക് പോലെയോ നമ്മുടെ ഹിന്ദി സിനിമ പോലെയോ വലിയ ബജറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ അടുത്ത കാലത്തായിട്ട് 1 or 2 സിനിമകളിലൊക്കെ നായകനോ നായികയോ ഒക്കെ ആയിക്കഴിഞ്ഞിട്ട് വരുന്നവർക്കൊരു കരിയർ ഗ്രോത്ത് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ട്. അതെങ്ങനെ? അപ്പോൾ ഇതിൻ്റെ ഒരു സോഴ്സ് ഈ ഒരു മണി, അതായത് ഈ ഫണ്ടിങ്, മലയാള സിനിമയിലെ ഈ ഫണ്ടിങ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ള ഈ മാഫിയ എന്ന് പറയുമ്പോൾ അധോലോകം. ഇപ്പം സാറ് പറഞ്ഞ പോലെ അധോലോകം, പണ്ട് നമ്മൾ ഈ അധോലോകം സിനിമയിൽ ഡി കമ്പനി, മുംബൈ അധോലോകം അതൊക്കെയായിരുന്നു നമ്മൾ കേട്ടിരുന്നത്. മലയാള സിനിമയിൽ ഒരു അധോലോകം ഉണ്ടെങ്കിൽ ശരിക്കും എക്സ്പോസ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഇങ്ങനത്തെ മാഫിയകളെയാണ്. ഈ ഫണ്ടിങ് എവിടെ നിന്ന് വരുന്നു? ഇതാണ് ശരിക്കും. ശ്രീ വിനു കിരിയത്തിന് അടുത്ത ചാനലിലേക്ക് പോകേണ്ടതാണ്. വിനു കിരിയത്ത്, അഞ്ജു പറഞ്ഞതിനോടുള്ള പ്രതികരണം. അഞ്ജു പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒക്കെ സെയിം തന്നെയാണ്. അവരൊരു സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് അവർ നല്ലപോലെ സ്റ്റഡി ചെയ്തിരിക്കുന്നു. ശരിയാണ്. നോക്കൂ, സ്ത്രീകൾ തന്നെ റിയാക്ട് ചെയ്യണമെന്നേ. നോക്കൂ, ഒരു ലൊക്കേഷനിൽ ഒരു സ്ത്രീ ഒരു നടനും മാത്രമല്ല വരുന്നത്. ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു 100-150 പേര് ആ ലൊക്കേഷനിലുണ്ട്. ഈവൻ രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴാണെങ്കിൽ പോലും റൂമിൽ തട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ ബഹളം വയ്ക്കുന്ന, കോറിഡോറിൽ നിന്ന് ബഹളം വെച്ചാൽ എല്ലാ റൂമിലുള്ളവരും പുറത്തു വരും. ഇനി അവരവരെ സൂക്ഷിക്കാൻ പഠിക്കണം, അല്ലാതെ മറ്റുള്ളവരെ പരാതി പറയും. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, 5 കൊല്ലം കഴിഞ്ഞ് മറ്റൊരു കമ്മിറ്റിയുടെ മുമ്പിൽ പരാതിയായി പോകാതിരിക്കട്ടെ, അതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല വിനു കിരിയത്തെ, ഇവിടെ ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നുണ്ട്, ആ റിപ്പോർട്ട് പറയുന്നുണ്ട്, ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടതല്ല. അതുപോലുള്ള പല സംഭവങ്ങളും മലയാള സിനിമയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ എത്ര സംഭവങ്ങൾ പുറത്തു വന്നു, പുറം ലോകം അറിഞ്ഞു? എന്തുകൊണ്ടാണ് അറിയാതെ പോയത്? അത് വളരെ ഒരു ന്യായമായ ചോദ്യമാണ്. നമുക്കറിയാം, പണ്ട് ഇത് ആദ്യമായിട്ട് നമ്മളൊരു സിനിമയിൽ കേൾക്കുന്ന സുമൻ എന്ന് പറയുന്ന നടനിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അദ്ദേഹം ജയിലിലും കിടന്നു അന്ന്.
ഇന്ന് ഹോൾഡ് അനുസരിച്ച്, രാഷ്ട്രീയം അനുസരിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എല്ലാവർക്കും ഒരു രാഷ്ട്രീയമുണ്ട്. ആര് ഭരിക്കുന്നു ആ പാർട്ടിയുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി അവരെ സേവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞൊരു അവസ്ഥയിലേക്കാണ് ഇന്ന് പോകുന്നത്. എല്ലാവർക്കും ഈ സിനിമാക്കാരെ ആവശ്യമാക്കി മാറ്റുന്നു. പരസ്യത്തിനും അംബാസഡർമാരാക്കാനും മറ്റതിനും വേണ്ടിയിട്ട്, ബ്രാൻഡ് അംബാസഡറാക്കുക, അതിന് വേണ്ടിയിട്ടൊക്കെ ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ രാഷ്ട്രീയക്കാർക്കും വേണ്ടി വരുന്നു. ഇപ്പോൾ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. നിയമം എല്ലാവർക്കും ബാധകമാക്കി നോക്കിക്കേ, എത്ര വലിയവനോ ചെറിയവനോ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത് പുറത്ത് വരാത്തെന്താ? നല്ലൊരു ശതമാനം വലിയവരായിരിക്കുന്നുള്ളതുകൊണ്ടാണ് ഇത് പുറത്ത് ആരുടെയും പേര് പറയാത്തത്. എന്തുകൊണ്ട് ഇവർക്ക് തന്നെ പറഞ്ഞുകൂടാന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. അത്രയും വലിയ ഇഷ്യൂ ഇതിനകത്തുണ്ടെങ്കിൽ. ഒറ്റ കാര്യം കൂടി താങ്കൾ പോകുന്നതിന് മുമ്പ് അപ്പം നോക്കൂ, ഈ പ്രമുഖർ പോലും ചൂഷണം ചെയ്തു എന്ന പരാതിയും ലഭിച്ചിട്ടുണ്ട്. പ്രമുഖർ, നമ്മളൊക്കെ പിന്നെ എന്താ പറയേണ്ട, ആരാധനയോടെ നോക്കിക്കാണുന്നവർ പോലും ചൂഷണം ചെയ്തു എന്ന മൊഴി, പരാതി കമ്മീഷന് ലഭിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റി മുമ്പാകെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തമല്ല ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഹൈഡ് ചെയ്തതെന്ന്. യെസ് അത്രയുള്ള അതിൻ്റെ ഉത്തരം. ഓക്കെ വിനു കിരിയത്ത്, വളരെയധികം നന്ദി ഇത്രയും സമയം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഷാജഹാൻ, ഇവിടെ ഇപ്പോൾ ഈ സർക്കാർ തന്നെ ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ടുണ്ടല്ലോ, സെൻഷർ ചെയ്തിട്ടാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യതയെ ബാധിക്കുന്നു. ഈ സിനിമാ ലോകത്തുള്ളവർക്ക് മാത്രമാണോ സ്വകാര്യത? അല്ല, എനിക്ക് യഥാർത്ഥത്തിൽ ഈ നിർമ്മാതാവ് അവിടെ ഇരിക്കുമായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ അല്ല, അദ്ദേഹം പറഞ്ഞിട്ടങ്ങ് പോവുകയല്ല ചെയ്യേണ്ടത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് എന്താ? അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉടനെ തന്നെ സ്ത്രീകളെ അങ്ങ് വിമർശിച്ചു തുടങ്ങുകയാണ്. ഇത് ഏത് ലോകത്താണ് ഈ നിർമ്മാതാവ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ നിർമ്മാതാവിന് നാളെ സമയം കിട്ടുകയാണെങ്കിൽ ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എടുത്തൊന്ന് വായിച്ചു നോക്കണം. ഈ നിർമ്മാതാവ് ഇവിടെ വന്നിട്ട് പറയുന്നെന്താ, വലിയ വായിൽ പറയുന്നെന്താ? സ്ത്രീകളെ വിമർശിച്ച് സ്ത്രീകൾക്ക് എതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ സ്ത്രീകൾ അങ്ങ് എതിർക്കണമെന്ന്. എതിർത്ത സ്ത്രീകൾക്ക് പിന്നെ മലയാള സിനിമയിൽ റോളുണ്ടോ? നിർമ്മാതാവ് ഇപ്പോൾ ഇവിടുന്ന് വേറൊരു ചാനലിലേക്ക് പോയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ നിർമ്മാതാവ് ഉണ്ടായിരുന്നെങ്കിലാണ് എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്? അതിഭീകരമായിട്ടുള്ള സംഭവങ്ങളല്ലേ? എന്ത് നിയമങ്ങളാണ് ഈ സിനിമാ മേഖലയിലുള്ളത്? സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് സിനിമാ മേഖലയിലുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രൂപീകരിക്കാനുള്ള കാരണം എന്താ? ഒരു നടിയെ ആക്രമിച്ച കേസല്ലേ? അവരെ ഒരു വണ്ടിയിലിട്ട് പരസ്യമായി ബലാത്സംഗം ചെയ്ത കേസല്ലേ? ആ കേസ് 2017 വന്നിട്ട് 2024 ആ കേസിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? സ്ത്രീകൾ അതിഭീകരമായി സിനിമാ മേഖലയിൽ ചൂഷണം ചെയ്യല്ലേ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കേട്ടൊരു ഇന്റർവ്യൂ എന്താണെന്നറിയോ? ഞാൻ അനിലിന്റെ ശ്രദ്ധയിലൊന്ന് പെടുത്താം. 7 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീമാൻ മോഹൻലാലിനോട് ശ്രീമാൻ ജോൺ മുണ്ടക്കയം നേരെ ചൊവ്വേ എന്ന് പറഞ്ഞിട്ടൊരു ഇന്റർവ്യൂവിൽ ഒരു ഘട്ടത്തിൽ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 3000 സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ആ 3000 സ്ത്രീകളുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു ഫംഗ്ഷൻ നടത്തിയെന്നും ഒരു വാർത്ത കേൾക്കുന്നുണ്ടല്ലോ, ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ സൂപ്പർ സ്റ്റാർ ഞെളിഞ്ഞിരുന്ന് കയ്യും തിരുമിയിട്ട് പറയുകയാണ് അത് 3000 അല്ല 3000 കൂടുതലുണ്ടെന്ന്. അത് ശരിക്കും ചിലപ്പോൾ തമാശയായിട്ടായിരിക്കാം പറഞ്ഞത്, പക്ഷേ എത്ര ക്രൂരമായിട്ടുള്ളൊരു സംസാരമാണ് ആ സൂപ്പർ സ്റ്റാർ അവിടെ നടത്തിയത്. 3000 സ്ത്രീകളുമായി ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ എന്താണ് ഇത് ശരിയാണോ, ഇങ്ങനെയാണോ പറയേണ്ടതെന്ന് ചോദിക്കുന്നതിന് പകരം അതിൽ കയ്യൊക്കെ തിരുമിയിട്ട് അയാൾ പറയാ 3000 അല്ലെന്ന്. ഇതെന്താ പറഞ്ഞെന്നറിയാവോ? 7 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും ഭീകരമായി സ്ത്രീകൾ ദൈനംദിനം പീഡിപ്പിക്കപ്പെടുന്ന സംഭവം ഒരു ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി പുറത്തു കൊണ്ടുവന്നപ്പോൾ ഒരു നിർമ്മാതാവ് ഞെളിഞ്ഞിരുന്നുകൊണ്ട് സ്ത്രീകളെ കുറ്റപ്പെടുത്തുകയാണ്. എഡ്വേർഡ് സെയ്ദ് എഴുതിയ പുസ്തകമുണ്ട് പാലസ്തീനെ കുറിച്ച്, ബ്ലേമിംഗ് ദ വിക്ടിംസ് എന്ന് പറഞ്ഞിട്ട്. അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. മനസ്സിലായില്ലേ? ഇതൊക്കെ പുറത്ത് ഇനിയും വരും. ഇതിനകത്ത് നമ്മൾ വായിച്ചു നോക്കണം, ഈ റിപ്പോർട്ടൊന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് ഡാർക്ക് അണ്ടർബെല്ലി പുറത്തു വരികയാണ്. ഈ മലയാള സിനിമാ രംഗത്തിന്റെ സൂപ്പർ സ്റ്റാറുകളുടെ ഉൾപ്പെടെ കള്ളി വെളിച്ചത്താകാൻ പോവുകയാണ്. സ്ത്രീകൾ അതിഭീകരമായി പീഡിപ്പിക്കപ്പെടുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഓരോന്നായി ഇതിനകത്തൂടെ പുറത്തു വരാൻ പോവുകയാണ്. അതുകൊണ്ട് സ്ത്രീ സിനിമാ നടികൾക്ക് ഇനിയെങ്കിലും അവർക്കൊരു നട്ടലുണ്ടാവണം. അവർ ഇതിന്റെ കൂട്ടത്തിൽ കൂടി നിൽക്കരുത്. അല്ല ഷാജഹാൻ, അവർ പോലും പേര് പറയുന്നില്ലല്ലോ. ഇപ്പൊ വിനു കിരിയത്ത് ഉന്നയിച്ചതും അതാണ്.
എന്തുകൊണ്ട് അവർ പേര് പറയുന്നില്ല? അല്ല, ഞാനിത് WCCയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന അവരാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ വെക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് അവരാണ്, അവരുടെ ഇടപെടലാണ്. പക്ഷെ എന്തുകൊണ്ട് അവർ പോലും പറയുന്നില്ല, തുറന്നു പറയുന്നില്ല? അനിലേ, ഞാൻ പറഞ്ഞു, ഞാനൊന്ന് സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കേണ്ടത്, അനിലേ, ശക്തമായി വാദിക്കേണ്ട സ്ത്രീകളല്ലേ? ഇതൊന്നും അവര് പറയേണ്ട കാര്യമില്ല. അവര് കൊടുത്ത മൊഴികൾ, അവരെ ഓരോരുത്തരും പറഞ്ഞ മൊഴികൾ ഈ റിപ്പോർട്ടിനകത്ത് പിന്നെ സംശയലേശമന്യെ കൊടുത്തിട്ടുണ്ട്. ആ മൊഴി വെച്ചിട്ടുള്ള നടപടിയെടുക്കണം സർക്കാർ. അതാണ് ചെയ്യേണ്ടത്. അതുപോലെ സർക്കാർ എന്ത് ചെയ്തു? സർക്കാർ 5 വർഷം അടയിരുന്നു. മനസ്സിലായില്ലേ? സ്ത്രീകൾ തന്നെ വന്നിട്ട് ഇപ്പൊ രഞ്ജിനി എന്നും പറഞ്ഞൊരു സ്ത്രീ വന്നു. ആ സ്ത്രീ ഏത് മാളത്തിലായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം? ആ സ്ത്രീ വന്നിട്ട് പറയാണ്, ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്, എന്റെ മൊഴി എനിക്ക് കേൾക്കണമെന്ന്. ആ സ്ത്രീക്ക് നിയമത്തിന്റെ ABCD അവർക്ക് അറിയില്ല. അവർ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊഴി വായിച്ചു കേൾക്കാനുള്ള പിന്നെ ഉത്തരവാദിത്വം അവർക്കുണ്ട്. അത് അവർ 5 വർഷം ചെയ്തില്ല. അവർ 5 വർഷം ഏതോ മാളത്തിലായിരുന്നു. എന്നിട്ട് ആ സ്ത്രീ ഇപ്പോൾ വന്നിരിക്കുന്നു. എന്ത് ഇത് പുറത്തു വരുമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ വന്നിരിക്കുന്നു. ആരാണ് ആ സ്ത്രീക്ക് വേണ്ടി വാദിക്കുന്ന വക്കീല്? ഇന്ത്യയിലെ 2ാം സ്ഥാനക്കാരൻ മുകുൾ റോത്തഗി. എവിടെ നിന്നാണ് ആ സ്ത്രീക്ക് പൈസ? മുകുൾ റോത്തഗി കൊടുക്കാനുള്ളതിന്റെ 1,00,000-1 പൈസ ഉള്ള സ്ത്രീയല്ല ആ സ്ത്രീ. ആ സ്ത്രീയുടെ പുറകിൽ എങ്ങനെയാണ് മുകുൾ റോത്തഗി വരുന്നത്? ഇത് സർക്കാർ പ്രസിദ്ധീകരിക്കാതിരുന്നപ്പോഴത്തേക്ക് ഇവിടെ ആർക്കും യാതൊരു പ്രശ്നവുമില്ലായിരുന്നല്ലോ. സർക്കാർ പ്രസിദ്ധീകരിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഏതോ താടിയും മൂടിയും വളർത്തി ഒരുത്തൻ പിന്നെ കേസുമായിട്ട് അവിടെ ചെന്നു, കോടതി എടുത്ത് ഔറ്റോട്ടെ കളഞ്ഞു. പ്രൊഡ്യൂസർ പോലും അല്ല. ഇവർക്ക് AMMA എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ടല്ലോ, AMMA. ആ വലിയ സൂപ്പർ സ്റ്റാറുകളും ഒക്കെ ആണല്ലോ അതിന്റെ ആളുകൾ. അവരോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് എന്താ പറഞ്ഞു? ഞങ്ങൾക്ക് അഭിപ്രായം. ഇവനൊക്കെ നാണം കെട്ടവന്മാരല്ലേ ഇവന്മാര്? ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ലെന്ന്. അവിടെ ഇരിപ്പുണ്ട് കുറെ സ്ത്രീകൾ, അവർക്കൊരു സംഘടനയുണ്ട്. ആ സംഘടനയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയാണ് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് അനിലെ, ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് ഒരു നിയമവും ഒരു ധാർമ്മികതയും ഇല്ലാത്ത, തീർത്തും അധാർമികമായിട്ടുള്ള ഒരു ജംഗിളാണ് ഈ സിനിമാ ഫീൽഡ്. ഒരു ജംഗിൾ. അവിടെ ഇയാൾ വന്നിട്ട് ചോദിക്കുകയാണ്, സ്ത്രീകൾ എതിർക്കണ്ട. സ്ത്രീകൾ എതിർത്താൽ അവർ വീട്ടിൽ പോയിരിക്കും. സ്ത്രീകൾ എതിർത്താൽ അവർക്ക് വരുമാനം ഉണ്ടാവില്ല. അതല്ലേ ഇവിടുത്തെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഒരു നിയമവും 950 മുതൽ ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. ഷാജഹാൻ പരോക്ഷമായി പറഞ്ഞു വെച്ചത്, അതായത് ഈ വഴങ്ങിക്കൊടുക്കുന്നവർ അഭിനയിച്ചാൽ മതി, ഇല്ലാത്തവര് വീട്ടിലിരിക്കട്ടെ. അതല്ലല്ലോ വേണ്ടത്. അതല്ലല്ലോ വേണ്ടത്. അതെ, ഇയാൾ ഇവിടെ പറഞ്ഞെന്താണ്? ഈ നിർമ്മാതാവ് വന്നിട്ട് പറഞ്ഞെന്താണ്? എല്ലാവരും സംശയത്തിലുള്ള ഒന്നുമല്ല. ആ റിപ്പോർട്ട് ഈ നിർമ്മാതാവ് ഒന്ന് വായിച്ചു നോക്കണം. ആ റിപ്പോർട്ടിൽ ഒരു സിനിമാറ്റോഗ്രാഫറുടെയും പിന്നെ വേറൊരു സംവിധായകന്റെയും കാര്യം എടുത്തു പറയുന്നുണ്ട്. ആ സിനിമാറ്റോഗ്രാഫറും ആ സംവിധായകനും ഈ പറഞ്ഞതുപോലെ കൃത്യമായി സെറ്റുകളിൽ എങ്ങനെ പെരുമാറണം, ഇന്റിമേറ്റ് ആയിട്ട് സീൻസ് വരുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ കൃത്യമായി പറഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് ഇൻസ്റ്റിൽ ചെയ്ത് തന്നിട്ടുണ്ട് എന്ന് നടിമാര് തന്നെ വന്ന് പറഞ്ഞത് അവരെടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാ നടന്മാരെ കുറിച്ചും എല്ലാ പ്രൊഡ്യൂസർമാരെ കുറിച്ചും എല്ലാ സംവിധായകരെ കുറിച്ചിട്ടും അല്ല ഞങ്ങളിത് പറയുന്നത്. പക്ഷെ കുറെ ആളുകൾ ഇതിനകത്തുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടനുണ്ട്. ആ മോഹൻലാൽ എന്ന നടന്റെ ഉദാഹരണമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ മോഹൻലാലിന്റെ മോഹൻലാലിന്റെ കമ്പനിയുടെ ഉടമ ആരാ? മോഹൻലാലിന്റെ ആശീർവാദം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉടമയാണ്. ആരാണ്? അവന്റെ പേരെന്താണ്? ആന്റണി പെരുമ്പാവൂർ. ആരാണ് ആന്റണി പെരുമ്പാവൂർ? ആന്റണി പെരുമ്പാവൂർ വാസ് ദി ഡ്രൈവർ ഓഫ് മോഹൻലാൽ. മോഹൻലാലിന്റെ കാറിന്റെ ഡ്രൈവർ ആയിരുന്നു അയാൾ. അയാൾ അങ്ങനെ ശതകോടീശ്വരനായി. അയാളല്ലേ മോഹൻലാലിന്റെ എല്ലാ പടങ്ങളും ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? 1. 2, മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയുടെ സിനിമകളിലെ മോഹൻലാൽ അഭിനയിക്കുള്ളൂ. അതല്ലാതെ 1-2 സിനിമകൾ മാത്രമേ പുറത്ത് അഭിനയിക്കുള്ളൂ. അയാളുടെ 98% സിനിമയും അയാളുടെ സ്വന്തം സിനിമയിൽ അയാൾ അഭിനയിക്കുള്ളൂ. 2. 3, അയാൾക്ക് പ്രീ പ്രോസസിങ്ങിന്റെ പോസ്റ്റ് പ്രോസസിങ്ങിന്റെ കമ്പനിയുണ്ട്, അവിടെ പ്രോസസ് ചെയ്യാൻ പാടുള്ളൂ. 4, അയാൾക്ക് നിർമ്മാണ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുണ്ട്, അതിലെ അയാളുടെ സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. 5, അയാൾക്ക് തിയേറ്ററുകളുണ്ട്, അവിടെയും പ്രവർത്തിക്കണം. ഇതൊക്കെ ഇന്ത്യൻ കോമ്പറ്റീഷൻ ആക്ടിന്റെ നഗ്നമായ ലംഘനമല്ലേ അനിലെ? ആരെങ്കിലും ഇവിടെ ചോദിക്കുന്നുണ്ടോ? മമ്മൂട്ടിക്കുമില്ലേ മമ്മൂട്ടി കമ്പനി? മമ്മൂട്ടി കമ്പനിയുടെ കമ്പനിയിലല്ലേ മമ്മൂട്ടി അഭിനയിക്കുന്നത്? അങ്ങനെ പാടുണ്ടോ? മമ്മൂട്ടി മോഹൻലാൽ ഓരോ പ്രോഡക്ട്സ് അല്ലേ, അവരാരുടെ ഏത് പ്രൊഡ്യൂസ് ചെയ്യുന്നു കഴിഞ്ഞാലും അഭിനയിക്കണ്ടേ? അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വനിത ഇവിടെ ഫണ്ടിന്റെ കാര്യം പറഞ്ഞു. ഞാനൊരു കാര്യം അനിലോട് പറയട്ടെ. ഒരു വർഷം 200-250 സിനിമകൾ ഇറങ്ങുന്ന കണക്ക്. അതിലൊരു 100 സിനിമയിൽ അപ്പുറത്തുള്ള സിനിമകളുടെ ഒന്നും പേരും കേട്ടിട്ടില്ല, നാളും നമ്മളൊന്നും കേട്ടിട്ടില്ല. സത്യം. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? മണി ലോണ്ടറിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. 50 കോടി രൂപ മുടക്കി സിനിമ ഉണ്ടാക്കി എഴുതിയിടും. എഴുതിയിട്ടിട്ട് അത് വൈറ്റ് ആക്കും.
മനസ്സിലായോ? അപ്പൊ ഇത്രയും കൂടുതൽ അധാർമികമായിട്ടുള്ള, ഇത്രയും കൂടുതൽ നിയമവും ഭരണഘടനയും സിവിൽ നിയമങ്ങളും ഒന്നുമില്ലാത്ത ഒരു കാടായിരുന്നു പിന്നെ സിനിമാ രംഗം. ഒരു കാട്. സ്ത്രീകളെ പച്ചയ്ക്ക് ചൂഷണം ചെയ്യുന്ന, പച്ചയ്ക്ക് സ്ത്രീകളെ ചൂഷണം ചെയ്യും. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് കേട്ടെന്താണെന്നറിയാം, അനിലിന് എക്സ്ട്രാ നടിമാര് വന്ന് കിടക്കും. എക്സ്ട്രാ നടിമാര് കിടക്കുമ്പോൾ കൂടെ അമ്മയും കിടക്കും. കട്ടിലെ രാത്രി ഉറങ്ങും. ആ അമ്മ ഉറങ്ങുമ്പോൾ ആ കട്ടിലയിൽ കിടക്കുന്ന എക്സ്ട്രാ നടിമാരെ വന്ന് പീഡിപ്പിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ട് സിനിമയിൽ, അറിയാവോ? ആ തൊട്ടപ്പുറത്ത് അമ്മ കിടക്കുമ്പോൾ മകളെ അപ്പുറത്ത് കിടന്ന് പീഡിപ്പിക്കുന്നവന്മാർ. ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ വരുന്ന വഴി സൈഡിലുള്ള മുഴുവൻ എക്സ്ട്രാ നടിമാരുടെ വീട്ടിൽ കയറി ഇവിടെ എത്തുന്ന ഒരു സൂപ്പർ സ്റ്റാർ നമുക്കുണ്ട്, അറിയാവോ നമുക്ക്? അപ്പൊ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സിനിമയിൽ 25 30 അല്ല 100 സ്ത്രീകളെ നൃത്തം ചവിട്ടുന്നുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഉപയോഗിക്കുന്ന സൂപ്പർ സ്റ്റാറും നടന്മാരും. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എങ്കിലും പുറത്തു വന്നെങ്കിൽ അത് വളരെ ശരിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒറ്റ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇതിന്മേലെ അടയിരുന്ന ഒരു സർക്കാർ, ആ സർക്കാരിനെ ശരിക്കും പിരിച്ചുവിടണമെന്നാണ് ഞാൻ പറയുന്നത്. കോഗ്നിസബിൾ ഒഫൻസ് അല്ലേ, ക്രിമിനൽ ഒഫൻസ് അല്ലേ ഇതിനകത്തുള്ളത് മുഴുവൻ? ക്രിമിനൽ ഒഫൻസ് അല്ലേ? സ്ത്രീ സുരക്ഷയാണ് ഏറ്റവും മുൻഗണന കൊടുക്കുന്നതെന്ന് ആവർത്തിച്ച് പറയുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് കഴിഞ്ഞ 5 വർഷം ഈ റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിൽ. സ്ത്രീ സുരക്ഷ എന്ന് മാത്രമല്ല, 2016 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജിഷ വധക്കേസ് ഉണ്ടായപ്പോൾ സ്ത്രീ സുരക്ഷ നല്ല വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ പറഞ്ഞത്. ഞങ്ങൾ കണ്ണു തുറന്നിരിക്കുന്നു 24 മണിക്കൂർ എന്ന് പറഞ്ഞ ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. ആ സർക്കാരിന്റെ കയ്യിൽ ക്രിമിനൽ ഒഫൻസ് ആവാൻ കഴിയുന്ന എത്രയോ മൊഴികൾ ഈ റിപ്പോർട്ടിന്റെ അനക്ഷേഴ്സ് ആയിട്ടുണ്ട്. ഏത് മാളത്തിലായിരുന്നു സർക്കാർ? ചെയ്യില്ല. കാരണം എന്താണ്? ഒരു സൂപ്പർ സ്റ്റാർ കൈരളി ചാനലിന്റെ ചെയർമാനാണ്. അതുകൊണ്ട് CPM അയാൾക്കെതിരെ ഒന്നും ചെയ്യില്ല. വേറൊരു സൂപ്പർ സ്റ്റാറിന് കേന്ദ്ര ഗവൺമെന്റ് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് ആ സൂപ്പർ സ്റ്റാറിനെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ഇവർക്കൊക്കെ ഞാൻ പറയട്ടെ, ഇപ്പം മമ്മൂട്ടിക്ക് ഇതുപോലെ CPM-ആയിട്ട് ബന്ധം. അയാളുടെ ഒരു ബിനാമി എന്ന് ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആൻഡോ ജോസഫ് എന്ന് പറഞ്ഞൊരുത്തനുണ്ട്. അവൻ കോൺഗ്രസിന്റെ സാംസ്കാരിക സമിതിയുടെ തലവനാ, കോൺഗ്രസിന്റെ. മനസ്സിലായോ? അപ്പൊ അവിടെയും പ്രശ്നമില്ല. അപ്പുറത്ത് മോഹൻലാലിന് അറിയാമല്ലോ, മോഹൻലാലിനും കേന്ദ്ര പാർട്ടിയായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് എന്ത് വൃത്തികേടും കാണിക്കാം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സിനിമ ഇറങ്ങുന്നു, സിനിമ ഇറങ്ങിയ ഉടനെ തന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും 100 കോടി ക്ലബ്ബ്. എന്തു ക്ലബ്ബ് ഇത്? ഏത് ക്ലബ്ബ് ഇത്? നമ്മളൊന്നും കേട്ടിട്ടില്ല ക്ലബ്ബ് എന്താണെന്ന്. എത്ര പൈസ കളക്ട് ചെയ്തു, എത്ര പേര് കണ്ടു? എന്തിനെങ്കിലും ഒരു നിയമമോ വെളിവോ വെള്ളിയാഴ്ചയോ ഉണ്ടോ? അപ്പം ഏറ്റവും ഭീകരമായിട്ടുള്ള, ഏറ്റവും നിയമവിരുദ്ധമായിട്ടുള്ള, ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, ഏറ്റവും അധാർമികമായിട്ടുള്ള ഒരു മേഖലയാണ് സിനിമാ മേഖല. ആ സിനിമാ മേഖലയിൽ 1% മാറ്റം വരുത്താൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ മാറ്റമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്ന വനിതകളുണ്ടല്ലോ, ഇനി ഈ പറഞ്ഞ പോലെ ഈ ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ബി കൗണ്ടഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവർ എഴുന്നേറ്റ് നെഞ്ചി വിരിച്ച് നിൽക്കണം. ഞങ്ങൾക്കും ജീവിക്കണം, ഞങ്ങൾക്ക് അഭിനയിക്കണം, ഞങ്ങളെ ചൂഷണം ചെയ്യാൻ ഞങ്ങൾ ഇനി അനുവദിക്കില്ല എന്ന് പറയാനുള്ള ആർജവം ഒരല്പമെങ്കിലും ഈ റിപ്പോർട്ട് കൊണ്ടുണ്ടായെങ്കിൽ ഞാൻ ചാരിതാർത്ഥ്യമുള്ള ഒരു പൊതുപ്രവർത്തകനാണ് എന്ന് ഞാൻ പറയും. ശ്രീമതി ഉഷ, അധമവും അധാർമികവുമായ ഇത്തരം പ്രവൃത്തികൾക്ക് ഒരു അറുതി ഉണ്ടാവണ്ടേ? അതുണ്ടാവുമോ? ആത്മവിശ്വാസം ബലപ്പെടുന്നുണ്ടോ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം? ഇവിടെ ഞാൻ കുറച്ചെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ 1987 ഞാൻ സിനിമ തുടങ്ങുന്നത്. അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ കണ്ടത് പെൺകുട്ടികളും അവരുടെ കുടുംബവും ഇതില് കുറെ തെറ്റുകാരല്ലേ? കാരണം ഞാൻ ഇപ്പോൾ ഒരു 3 സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് മത്സരമാണ്. ഡയറക്ടറിന്റെ പിന്നാലെ, പ്രൊഡ്യൂസറിന്റെ പിന്നാലെ, ക്യാമറാമാന്റെ പിന്നാലെ ഈ പെൺകുട്ടികൾക്ക് ഓടി നടക്കാൻ. ഞാൻ അവരോട് ചോദിച്ചു, എന്തിനു വേണ്ടി? അപ്പൊ അവര് പറഞ്ഞത്, നമുക്കിവിടെ പിടിച്ചു നിൽക്കണ്ടേന്നാ. ഞാൻ അന്താളിച്ചു പോയി. ഇവിടെ ഒരു സമൂഹം പെൺകുട്ടികൾ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ട് അടികൂടി നിൽക്കുമ്പോൾ ഇതുപോലെ ഒരു കമ്മീഷൻ ഇവിടെ കൊണ്ടുവന്ന് 4.5 വർഷത്തിന് ശേഷം, അതും 233 പേജ് മാത്രമാണ്. ഹലോ, പറഞ്ഞു കേൾക്കുന്നുണ്ട്. കട്ടായി പോയോ? ഇല്ല, കേൾക്കുന്നുണ്ട്. 233 പേജാണ് ഇപ്പൊ പുറത്തു വിട്ടിരിക്കുന്നത്. ഏകദേശം അതിനേക്കാൾ കൂടുതലുണ്ട്. അതും 4.5 വർഷത്തിന് ശേഷം.
അതെ 600ഓളം പേജ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് എന്ന് വിചാരിക്കുന്നു. ഇത് ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും കാലം ഇത് പൂഴ്ത്തിവെച്ചത്? കേരളത്തിൽ എത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു? എന്തുകൊണ്ട് അതിന്റെ ഒന്നും ആൾക്കാരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നില്ല? അവർക്ക് പ്രൊട്ടക്ഷൻ വരുന്നത് എവിടുന്നാണ്? ആളൂരാനെ പോലെയുള്ള വക്കീലന്മാരെ എവിടുന്ന് വരുന്നു? അപ്പൊ സിനിമാ മേഖലയിൽ മാത്രമാണോ ഞാൻ സിനിമയിൽ തന്നെ പുറത്താക്കപ്പെട്ട ഒരു സ്ത്രീയാണ് ഞാൻ. 87 മുതൽ ഒരു കാലഘട്ടത്തിൽ 100-300 സിനിമയിൽ അഭിനയിച്ചിട്ട് വന്നപ്പോ എന്നെ പുറത്താക്കാൻ ഏറ്റവും കൂടുതൽ കൂട്ടുനിന്നവർ സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, സിനിമാ മേഖലയിലെ വിഴുപ്പുകൾ എന്ന് പറഞ്ഞിട്ട് സിനിമാ മേഖലയിലുള്ള നടീനടന്മാരെ ഇല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ ഇല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ അടച്ചാക്ഷേപിക്കുമ്പോൾ ഒരു 10 പേര് ഇങ്ങനെ ഉണ്ടായിരിക്കാം. എന്ന് മുതലാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വരാൻ തുടങ്ങിയത്? നമ്മളൊന്നും സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഒരു കമ്പനി വിളിക്കും, കമ്പനി, ഞാൻ ചെന്നൈയിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്തത്, കമ്പനി, ആ കമ്പനിക്ക് ഒരു പേരുണ്ടാവും. ആ കമ്പനി വിളിക്കുമ്പോ ഒരു മാനേജറോ ആരെങ്കിലും, അന്ന് ഫോണ് പോലും ഇല്ല, വീട്ടിൽ വന്ന വിളിച്ചു കൊണ്ടുപോകുന്നത്, അവര് മോശമായിട്ട് പറയാണ്, ഇതാ എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഇത്ര രൂപയാണ്. അതാരവിടെ ഭാഷ? എല്ലാം കൂടെ ചേർത്ത്, അയ്യോ സ്വാമി എല്ലാത്തിനും നമ്മൾ തയ്യാറല്ല എന്ന് പറഞ്ഞു പോകുന്നിടത്ത് അവിടെ തീർന്നു. ഇത് എല്ലാം പറഞ്ഞ് ഒപ്പിച്ച് അവിടെ എത്തിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഇവര് ആരുടെ മേത്താണ് സ്വയം ചെളിവാരി എറിയുന്നത്? അതാണ് എനിക്കറിയേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പം അദ്ദേഹം പറഞ്ഞു മോഹൻലാല് 3000 സ്ത്രീകളെ, ആ 3000 സ്ത്രീകളില് എത്ര പെണ്ണുങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെന്നറിയോ? ഞാൻ ലാലേട്ടന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അമ്മ അസോസിയേഷനില് പുറത്തോട്ട് ആ ഫോട്ടോ വിടുമ്പോ ഇവിടെ ഇരിക്കുന്ന കുടുംബത്തിലുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ ഭാര്യമാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഒന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരുമോന്ന്. അപ്പൊ നമ്മള് ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. അപ്പൊ അത് മുഴുവനും നമ്മൾ ചിന്തിക്കണം. അല്ലാതെ സിനിമയിലോട്ട് വരുന്ന എല്ലാ പെൺകുട്ടികളെയും പീഡിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ മരിച്ചു പോകത്തില്ലേ? ഇന്ന് ഈ സിനിമാ നടിമാരൊക്കെ ഇവിടെ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവുമോ? അതായത് പണ്ടൊക്കെ സിനിമയിൽ പ്രൊഡ്യൂസർ, ഡയറക്ടർ, ഡിസ്ട്രിബ്യൂട്ടർ, ഏരിയ മാനേജർ, പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡക്ഷൻ മാനേജർ, ഇങ്ങനെ ഒരു 15 പേര് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ ആ കുട്ടി ഉടനെ ആശുപത്രിയിലല്ലേ ഉണ്ടാവുള്ളൂ? നമ്മൾ പറയുമ്പോൾ ഇവർ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? എനിക്ക് ഈ സ്ത്രീ എന്തുകൊണ്ട് പെണ്ണുങ്ങളെ തന്നെ ചീത്തയാക്കുന്നതല്ല, അനുഭവസ്ഥയാണ് ഞാൻ. 37 വർഷത്തെ എൻ്റെ സിനിമാ ജീവിതം. ഞാൻ പറയാം, ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. ഒരു പെണ്ണ് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാണും അതിൽ. പിന്നെ ബലപ്രയോഗം, ബലം പിടിച്ചൊരു പെണ്ണിനെ ഒരു മുറിക്കകത്തിട്ട് ഒരു 5-6 പേരങ്ങനെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കടുത്ത ശിക്ഷ കൊടുക്കണം. എന്തുകൊണ്ട് ആ കുട്ടികൾ പോലീസിൽ പോയില്ല? എന്തുകൊണ്ട് അവിടെ ഇരിക്കുന്ന മറ്റുള്ളവരോട്, സ്വന്തം അമ്മയോടും അച്ഛനോടും പറഞ്ഞില്ല? അമ്മയോടും അച്ഛനോടും പറഞ്ഞെങ്കിൽ അവരത് കണ്ണടയ്ക്കും, മോളെ നാളെ നീ നാടിന്റെ ഇല്ലെങ്കിൽ മറ്റൊരു പോക്സോ കേസുകളായി രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട സംഭവങ്ങൾ പോലും നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പോക്സോ കേസ്. അപ്പോൾ നോക്കൂ, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെയും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നല്ല മനസ്സിലാക്കേണ്ടത്. ശ്രീമതി ഉഷ, ഒറ്റ കാര്യം പറയാം. ഞാൻ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമുണ്ട്. ചലച്ചിത്ര അക്കാദമിയുടെ മുൻ അധ്യക്ഷനായിട്ടുള്ള കമൽ ഒരു പെൺകുട്ടിക്ക് അവസരം കൊടുക്കാം എന്ന് പറഞ്ഞ് കൊച്ചിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി. അദ്ദേഹം ആ പെൺകുട്ടിയെ ഉപയോഗിച്ചു. അതിനുശേഷം ആ കുട്ടിക്ക് അവസരം കൊടുത്തില്ല. ആ കുട്ടി വക്കീൽ നോട്ടീസ് അയച്ചു. ആ അയച്ച വക്കീൽ നോട്ടീസാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ആ വക്കീൽ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ കമലുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു, ടെലിഫോണിൽ ബന്ധപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ പഴയ സംഭവമല്ലേ, അതൊക്കെ സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ്. ആ കമലിനെ, അതായത് ഈ പരാതി വന്നിട്ടും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടും ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ പിണറായി സർക്കാർ, അതായത് നോക്കൂ, സ്ത്രീ സുരക്ഷ അതാണ് ഞങ്ങളുടെ മുഖമുദ്ര എന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന പിണറായി സർക്കാരാണ് കമലിനെ ആ കാലാവധി മുഴുവൻ അദ്ദേഹത്തെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനായിട്ട് വാഴിച്ചു. അതാണ് നടക്കുന്നത്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. അപ്പൊ പിന്നെ എവിടെയാണ് എനിക്കും പറയാനുള്ളത്. മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് നീതി ലഭിക്കുക?
കുട്ടികളുടെയാണ് കുഴപ്പമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ് ആ പറഞ്ഞോ. ഒരു മിനിറ്റ്. IFFK-ല് ഞാൻ എല്ലാ വർഷവും IFFK പോണതാ. 10,000-11,000 പെൺകുട്ടികൾക്ക് കോളേജ് സ്റ്റുഡന്റിന് പകുതി പൈസക്കാണ് ഇവര് ടിക്കറ്റ് കൊടുക്കുന്നത്. ഡ്രഗ്സ് അടിക്കുന്നത് മുതൽ കൊണ്ട് പബ്ലിക്കായിട്ട് അവിടെ കാണിക്കുന്ന പേക്കൂത്തുകൾ ഞാനൊരു 100 പ്രാവശ്യം ഓഫീസിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഉടനെ ഈ കമൽ എന്നോട് പറഞ്ഞത് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക, പ്രസക്തമല്ല, വാഗ്ദാനങ്ങളാണ് അവരെന്തെങ്കിലും ചെയ്യട്ടെ. അപ്പൊ എന്താ ഇതിന് മറുപടി പറയാ? നമുക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? അപ്പൊ ഈ പെൺകുട്ടികൾ ആദ്യമേ ട്രെയിൻഡ് ആണ്. സിനിമയ്ക്ക് വന്നാൽ ഇതാണ് അവസ്ഥ. അത് കാണണമെങ്കിൽ നിങ്ങൾ IFFK-ൽ വന്നിട്ട് ടാഗോർ തിയേറ്ററിന്റെ സൈഡിൽ പോയി നോക്കിയാൽ കാണാം. ഞാൻ ചോദിച്ചിട്ടുണ്ട്, മക്കളെ നിങ്ങൾക്ക് വീട്ടിൽ ആരും ഇല്ലേന്ന്. അവർക്ക് മറുപടിയില്ല. അപ്പോ ഈ 10-16 വയസ്സ് മുതലുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എന്നിട്ട് അതിൽ കുറച്ചു പേര് പോയിട്ട് മീറ്റു വിളിക്കുന്നു, കുറച്ചു പേര് പോയിട്ട് പരാതി കൊടുക്കുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ സിനിമയിൽ വന്ന് അഭിനയിക്കുന്ന കുട്ടികൾ ഡോക്ടേഴ്സാണ്, എഞ്ചിനീയേഴ്സാണ്, IAS എടുത്തവരാണ്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയ്ക്ക് മോശമായ ഒരു ഫീൽഡാണ് എന്ന് നിങ്ങൾ നിരന്തരം കൊട്ടിഘോഷിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് മക്കളെ നിങ്ങൾ ഈ ഫീൽഡ് തന്നെ തിരഞ്ഞെടുത്തോ? അതെന്റെ ഒരു പേഴ്സണൽ ചോദ്യ. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എനിക്കും ഒരു പെൺകുട്ടിയുണ്ട്. അവൾ എഞ്ചിനീയർ MBA CA കാരിയാണ് ലണ്ടനിൽ. എന്തുകൊണ്ട് ഞാൻ കൊണ്ടുവന്നില്ല സിനിമയിൽ? നമ്മൾക്കൊരു സ്ഥലം മോശമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളെയും കൊണ്ട് അവിടുന്ന് പലായനം ചെയ്യണം. അത് ചെയ്യാതെ അവിടെ വന്നിട്ട് പണത്തിന് പണം, പ്രതാപത്തിന് പ്രതാപം, ഈ പറയുന്നത് പോലെ എല്ലാ സ്ഥലത്തും പിന്നെ എന്താ പറയാ സ്റ്റേജ് പ്രോഗ്രാം, അത് ഇത് എല്ലാം ഉദ്ഘാടനം, അത് ഇത് സ്വന്തം. പണ്ടൊക്കെ ഞങ്ങൾ അഭിനയിക്കുന്ന കാലത്ത് തുണിയുടെ കുറവുണ്ടായിരുന്നു. ഇന്ന് ഈ പെൺകുട്ടികൾ നടിമാരുടുക്കുന്ന ഡ്രസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് നാണം നങ്ങേലി എന്തിനാണ് അവരുടെ മുറിച്ചിട്ട് താലത്തിൽ വെച്ചു കൊടുത്തത്? അവർക്ക് മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. ഇന്നത്തെ പെൺകുട്ടികൾ എന്താ കാണിക്കുന്നത്? ശ്രീമതി ഉഷ, ഞാൻ വരാം, തിരിച്ചു വരാം. ഷർഷാദ്, സിനിമ കൊണ്ട് കുടുംബജീവിതം തകർന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മലയാള ചലച്ചിത്ര മേഖല ശുദ്ധീകരിക്കപ്പെടും എന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? സത്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശമുള്ള ഗവൺമെന്റ് ആണെങ്കിൽ ഇത് മുമ്പേ പബ്ലിഷ് ചെയ്യേണ്ട ഒരു സംഗതിയല്ലേ ഇത്? ഇതിന്റെ മുകളിൽ 5 വർഷം ഇത് വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം മുമ്പ് സംസാരിച്ച ആള് പറഞ്ഞു പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യാന്ന്. എന്റെ 2 കംപ്ലൈന്റുകൾ ഇന്ന് വരെ FIR ആവാതെ 2 പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയാണ്. ഒരു പുതുമുഖ നിർമ്മാതാവ് എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ, അത് ഞാൻ മുമ്പും പല ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വീണ്ടും ആവർത്തിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 പരാതികൾ ഏകദേശം 2-2.5 വർഷമായിട്ട് ഇപ്പോഴും അത് ആ ഫയലിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. CSR കോപ്പീസ് മാത്രമേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇപ്പം ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിലും അത് നല്ലൊരു രീതിയിലേക്ക് കേസ് എടുക്കാതെ ഇങ്ങനെ അത് എന്താണ് അതിന്റെ ഉള്ളടക്കം എന്ന് പോലും സത്യം എനിക്ക് മനസ്സിലാവാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനുള്ളത്. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിനെ സമീപിച്ചിട്ട് പോലും ആ കേസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നീങ്ങപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളടക്കം, അതിന്റെ പുന്നാമ്പുറത്ത് ആരൊക്കെയാ ഉള്ളത് എന്ന് പോലും നമ്മൾ ഊഹിക്കാതെ തന്നെ നമുക്കത് കോടതിയിലുള്ളവർക്കും താരാരാധനയാണോ? അല്ല, അതാണ്. അതിപ്പോ നമുക്കിപ്പോ പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് അതിന് ഒരു വ്യക്തമായ ഒരു തെളിവില്ലാതെ അതിനെപ്പറ്റി ഒരു കാര്യങ്ങളും ഇവിടെ തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. കാരണം 2023 പെറ്റീഷൻ സ്വീകരിക്കുന്നു. ആ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ഇന്ററിം ഓർഡർ പാസ്സാക്കപ്പെടുന്നു. അവിടുന്ന് അങ്ങോട്ട് പിന്നെ കേസ് വിളിക്കുന്നില്ല. കേസ് ഇങ്ങനെ എടുത്ത് അഡ്ജേൺ ചെയ്ത് പോവുകയാണ്. അത് ആരുടെ താല്പര്യമാണ് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഞാൻ എന്റെ അഡ്വക്കേറ്റിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, കാരണം ഞാൻ വളരെ ശ്രദ്ധിച്ച് വളരെ ആലോചിച്ചതിന്റെ ശേഷം വളരെ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു അഡ്വക്കേറ്റിന്റെ അടുത്താണ് ഞാൻ പോയത്. കാരണം ബാക്കിയുള്ള അഡ്വക്കേറ്റ്സ് ഒക്കെ പൊളിറ്റിക്കലി കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകരായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അവർക്ക് ചിലപ്പം അവരെ സ്വാധീനിക്കപ്പെടാം, അല്ലെങ്കിൽ അവരുടെ മേലിൽ പ്രഷർ ഉണ്ടാവുക എന്നൊക്കെ മനസ്സിലാക്കി ഞാൻ കുറെ കാലങ്ങളിൽ വെയിറ്റ് ചെയ്ത് അതിന്റെ ശേഷം ഞാൻ തന്നെ ഒരു അഡ്വക്കേറ്റിനെ കണ്ടെത്തി അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. പക്ഷെ അദ്ദേഹം ഇപ്പൊ പറയുന്നത് കേസ് ഇങ്ങനെ വിളിച്ച് സർക്കാർ വക്കീൽ വന്നിട്ട് സമയം ചോദിക്കുകയാണ്. അതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ, അങ്ങനെ ഹൈക്കോടതിയുടെ സർക്കാരിനെ റെപ്രസെന്റ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ടല്ലോ, അവര് വന്ന് സമയം ഇങ്ങനെ ഓരോ പ്രാവശ്യം കേസ് എടുക്കുമ്പോഴും സമയം ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് കേസ് ഇങ്ങനെ നീട്ടിവെക്കുകയാണ്. അതിനൊരു പരിമിതി വേണ്ടേ?
അല്ലാതെ ഇപ്പം നമുക്ക് 2 വർഷം 2.5 വർഷമായിട്ട് ഇങ്ങനെ അല്ല 1 വർഷം 1.5 വർഷമായിട്ട് ഇങ്ങനെ തള്ളിപ്പോവാൻ പറ്റുമോ? അത് ഈ ഒരു പുതുമുഖ നിർമ്മാതാവിന്റെ വരവോട് കൂടിയിട്ടാണ് എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന ഇത്രയും വലിയ പ്രശ്നം ഞാൻ കുടുംബത്തിൽ അനുഭവിക്കേണ്ടത് വന്നത്. അവനെതിരെ ഞാൻ കൊടുക്കാത്ത പരാതികളില്ല. അവൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ ഞാൻ പോയി പരാതി കൊടുത്ത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനകത്ത് നിൽക്കുന്ന ഷാജഹാൻ സാറിന് വാർത്ത ചെയ്തതാണ്. പുള്ളിക്കറിയാം ആരാ ആള് എന്നുള്ളത്. ഓക്കെ, പാർട്ടിന് അൺഒഫീഷ്യലായിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. അതിന് പുറമെ ലീഗലായിട്ടുള്ള കംപ്ലൈന്റുകൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. പക്ഷെ ഇന്ന് വരെ ഒരു നടപടിയും ഇല്ല. പക്ഷെ അവൻ ഓരോ ദിവസം കഴിയുന്നോറും അവൻ കൂടുതൽ ശക്തി പ്രാപിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതൊരു നെക്സസ് ആണ് അല്ലേ? അതായത് ഇതിൽ പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അതുപോലെ പോലീസുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അതെ, അതിലൊരു കാര്യം ഞാൻ പറയാം. 2016 വരെ സീറോ ലെവലിൽ ഉണ്ടായിരുന്ന ഒരാൾ ഡിപ്പെൻഡിങ് വിസയിൽ UK കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരുത്തൻ 2016 വരെ ഡിപ്പെൻഡിങ് വിസയിൽ ബെഡ് സ്പേസ് ഷെയർ ചെയ്തുകൊണ്ട് താമസിച്ച ഒരുത്തൻ 2016 ഇടതുമുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ അവൻ അവിടെ ഒരു കമ്പനി തുടങ്ങുന്നു. ആ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള പണങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള പണങ്ങൾ ആ കമ്പനി അക്കൗണ്ടിലേക്ക് ഒഴുകുകയാണ്. UK ഒഴുകിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യപ്പെട്ട് അത് പല സിനിമ പ്രൊഡക്ഷൻ കമ്പനികളിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാണ്. അവൻ മമ്മൂട്ടിന്റെ മാനേജറുടെ കമ്പനിയുണ്ട്, ജോർജിന്റെ കമ്പനിയിലടക്കം അവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഫണ്ടുകൾ സ്വീകരിക്കുമ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടാൻ പറ്റുമോ? ഒന്നും പറ്റില്ലല്ലോ. അല്ല ഷർഷാദ്, ഇപ്പോൾ താരരാജാക്കന്മാർ പോലും പ്രതിക്കൂട്ട് നിൽക്കുകയാണ്. ഏമാ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതുമുഖ സംവിധായിക എന്ന രീതിയിലാണ് താങ്കളുടെ ഭാര്യ ഈ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് അല്ലേ? പക്ഷേ അവർ പോലും പ്രതീക്ഷിക്കാത്ത പിന്തുണ അവർക്ക് ലഭിക്കുകയും ചെയ്തു. അല്ല, അത് പിന്തുണ ലഭിച്ചത് ഓക്കെ, പിന്തുണ ലഭിച്ചതിനെ പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന്റെ ശേഷം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ, കാരണം അവരുടെ ഒരു കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അവർ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ആകുന്നതും അത് അവിടെ നമ്മുടെ കേരളത്തിൽ എന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ നടന്റെ ഒരു കമ്മിറ്റ്മെന്റിന്റെ പേരിലാണ് ഞാൻ അവരെ കൊണ്ടുപോയി ഷിഫ്റ്റ് ചെയ്യുന്നതും അവരുടെ കസ്റ്റഡി പ്രകാരമുള്ള ഒരു എന്താ പറയുന്ന എനിക്കത് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ഓൾറെഡി എന്റെ പുസ്തകം അണ്ടർ പ്രിപ്പറേഷനിലാണ്. അതിനകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. യെസ്, അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ ചലനങ്ങൾ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? കാരണം ഈ പറഞ്ഞ പോലെ അല്ല, മാഫിയ ബന്ധമുണ്ട്, അധോലോകം, ഇവരാണ് പിന്നെ ഈ മേഖലയെ നിയന്ത്രിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നു. അതും ഒരു റിട്ടയർഡ് ജഡ്ജാണ് പറയുന്നത് കേട്ടോ. അത് നമുക്ക് മുഖവിലക്കെടുത്തേ പറ്റൂ. അല്ല, ഇപ്പം സംസ്ഥാന ഗവൺമെന്റ് ഒരു നടപടി എടുക്കണമെങ്കിൽ ആ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള കോക്കസുകളുമായിട്ട് ബന്ധമുള്ള ആളാവുമ്പോൾ എങ്ങനെ ആ സംസ്ഥാന ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് നമുക്കൊരു പ്രതീക്ഷ വെക്കാൻ പറ്റും? നിങ്ങൾ പറയൂ. അതെ, അത് ഒരു സ്ത്രീ വിഷയത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത്. സ്ത്രീ വിഷയത്തിൽ സ്ത്രീ വിഷയത്തിൽ പാർട്ടി നടപടിയെടുത്ത ആള് ഇന്നിപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പോലും കണ്ണൂരിലുള്ള ഒരു വലിയൊരു നേതാവ് അദ്ദേഹത്തിനെതിരെ ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട്. അയാളുടെ കുടുംബത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ഒരു വലം കൈയായ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു പുതുമുഖ നിർമ്മാതാവ് ഈ കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരുടേതും മറ്റു ആൾക്കാരുടെതും ഹവാല പണങ്ങൾ UK മുഖേന റൂട്ട് ചെയ്തും കൊണ്ട് അത് മലയാള സിനിമയിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു പ്രതീക്ഷ വെച്ച് ഇത് ചെയ്യാൻ പറ്റും? യെസ്, അഞ്ജു, ഇവിടെ ഈ 322 പേജ് ഉള്ള തിരക്കഥയിൽ നിന്ന് അത്യന്തം ഉദ്വേഗജനകമായതും നിഗൂഢമായതുമായിട്ടുള്ള 60 പേജ് കീറി മാറ്റി പുറത്തുവിട്ട അധോലോകം സിനിമയ്ക്ക് ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ചിലവാക്കിയ 1 കോടി രൂപ വെള്ളത്തിൽ കലക്കിയതുപോലെ ആവുമോ? ഇപ്പം റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും? ഈ ചർച്ചയുടെ ഈ സംവാദത്തിൻ്റെ ഒരു എന്താ പറയുക ഉദ്ദേശ്യവും അത് തന്നെയാണ്. ഞങ്ങൾക്കറിയണം, ഈ റിപ്പോർട്ട് 1 കോടിയിലധികം രൂപ ചിലവാക്കി. ഈ റിപ്പോർട്ട്
ഇനിയും കോൾഡ് സ്റ്റോറേജിൽ വെക്കുവോ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമോ? കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞു, കൃത്യമായിട്ടുള്ള മൊഴികളുണ്ട്. അതൊരു റിട്ടയേർഡ് ജഡ്ജിയുടെ മുമ്പാകെ കൊടുത്ത മൊഴികളാണ്. ആ മൊഴികളിൽ നിന്ന് മാറാൻ പറ്റില്ല ഇപ്പോൾ ആ മൊഴി കൊടുത്തവർക്ക്. മാത്രമല്ല, പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ചിലരുണ്ട്, ചിലരുടെ പേരുകൾ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എല്ലാവരും സംശയത്തിൻ്റെ നിഴലിലാണ്. പക്ഷേ ഈ മൊഴി കൊടുത്തവർ തന്നെ പറയണം ആർക്കെതിരെയാണ് മൊഴി കൊടുത്തത്, ആരാണ് റിയൽ കൾപ്രിറ്റ്സ് എന്ന് തുറന്നു പറയാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. അവർക്ക് ഇനിയിപ്പോൾ സിനിമയിൽ അവസരം നഷ്ടപ്പെടുമോ എന്ന ഭീതി കാരണം പറയാതിരിക്കുക എനിക്ക് തോന്നുന്നില്ല. വളരെ ബോൾഡായിട്ടുള്ള സ്ത്രീകളാണ് WCC നയിക്കുന്നത്. അവർ തുറന്നു പറയണം. ഈ മേഖലയിൽ ഒരു ശുദ്ധീകരണം വേണ്ടേ? ആ ശുദ്ധീകരണത്തിന് സർക്കാരല്ലേ മുൻകൈ എടുക്കേണ്ടത്? തീർച്ചയായും പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ കേരളമാണ്. ഇത് കേരളമായതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും സംഭവിക്കില്ല. കുറച്ച് ദിവസം മീഡിയാസ് ഇതിൻ്റെ പിന്നാലെ പോകും. ഇതിന് 2-3 കാര്യങ്ങളുണ്ട്. 5 വർഷം പൂഴ്ത്തി വെച്ചൊരു റിപ്പോർട്ട് ഇപ്പം പുറത്ത് വന്നു. അപ്പോൾ അന്നപ്പോൾ തന്നെ അതിലെ പ്രസക്ത ഭാഗങ്ങളില്ല. അതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. എന്തുകൊണ്ടായിരിക്കാം? കാരണം ഇപ്പോൾ ഡൈവേർട്ട് ചെയ്യണം. ഗവൺമെൻറ്റിന് ഇപ്പം ശ്രദ്ധ തിരിക്കാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു സംഭവമുണ്ട്. കാരണം വടകരയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് പ്രതിച്ഛായ ഏകദേശം ഇപ്പം സിനിമാ മേഖലയിലേക്കും ഇട്ടുകൊടുക്കുവാണ്. അതിനൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ് ആണല്ലോ ഇത് വിലപേശാനുള്ളൊരു അവസരമാണ്. ഈ 62 പേജ് പൂഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യാം. നമ്മുടെ ഗവൺമെൻറ്റാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സിസ്റ്റമേ സുതാര്യമല്ല ഇവിടെ. കേരളം എന്ന് പറയുമ്പോൾ തന്നെ സിസ്റ്റമേ സുതാര്യമല്ല. പിന്നെ ഇവിടെ നീതി ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? വാളയാറിൽ തൂങ്ങി നിന്ന് 2 കുഞ്ഞുങ്ങൾ. അവിടെ ഉഭയകക്ഷി എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ മ്ലേച്ഛമായ ഒരു വാക്കുകൊണ്ട് ആ മരിച്ചുപോയ 2 കുഞ്ഞുങ്ങൾ അപമാനിച്ച കേരളമാണ്. അപ്പോൾ ഇവിടെയാണോ? ഇവിടെ എന്ത് സുരക്ഷയാണ്? അതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ WCC ഇപ്പോൾ ഷാജഹാൻ സാർ പറഞ്ഞു സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ ഒറ്റക്കെട്ടാലും നിൽക്കണം. തീർച്ചയായും അത് ഒരു പോയിന്റാണ്. അതിനൊപ്പം തന്നെ ഷാജഹാൻ സാർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ WCCയുടെ പിറവിക്ക് കാരണമായിട്ടുള്ള ഒരു സംഘടന, ഈ WCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വ്യക്തമായിട്ടൊരു പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്തുണ്ടായ ഒരു വിമൻ ഇൻ സിനിമ കളക്റ്റീവാണ്. അവരുടെ പേര് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ആണെങ്കിൽ പോലും ആ കളക്ടിവിറ്റി അവർ എല്ലാ മേഖലകളിലും കാണിച്ചിട്ടില്ല. സിനിമാ മേഖലയിലുള്ള എല്ലാ സ്ത്രീകൾക്കും പ്രശ്നമുണ്ടായപ്പോൾ ഈ സംഘടന ഒരുപോലെ നിന്നോ? അതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഒരിക്കലുമില്ല. ആ സംഘടന ഒരേ ഒരു വേട്ടക്കാരനെതിരെ മാത്രം വിരൽ ചൂണ്ടി നിന്നു. ഒരേ ഒരു അവൾക്കൊപ്പം എന്നുള്ള ഇതിൽ നിന്നു. കാരണം ഇത് പറയാനുള്ള വ്യക്തമായൊരു കാര്യമുണ്ട്. ഇതേ ഒരു സംഭവം നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ദളിത് ആക്ടിവിസ്റ്റിനെ സിനിമാ മേഖലയിലുള്ള മറ്റൊരു നടൻ, പ്രമുഖനായിട്ടൊരു നടൻ അപമാനിച്ചു എന്ന് പറഞ്ഞ് കേസും ഒക്കെ വന്നു, മീറ്റും ഒക്കെ വന്നു. ഇതേ നടനെ വെച്ചിട്ട് അവാർഡ് ഫംഗ്ഷൻ അതിന് ഇനീഷ്യേറ്റീവ് എടുത്തത് ഇതേ സംഘടനയാണ്, WCC. നോക്കൂ, ഒരേ സമയം അതായത് അവരുടെ നിലപാട് എവിടെ പോയി? ഒരേ സമയം അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കൊപ്പം എന്താ പറയുക സൈലൻ്റ് ആകുന്നു. ആ കളക്റ്റീവിന്റെ ഇടപെടൽ സെലക്റ്റീവാണ്. തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞൊരു സംഘടന ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ 5 വർഷം ഈ സർക്കാർ നിശബ്ദമായിരുന്നു. ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അതിനെതിരെ എന്താ ചെയ്തത്? 5 വർഷം. കാരണം അവർക്കൊക്കെ അറിയാം 2019 റിപ്പോർട്ട് പൂർത്തിയായി. 5 വർഷം. അപ്പം അതിനെതിരെ എന്തെങ്കിലും പ്രതികരിച്ചോ? പകരം സർക്കാരിൻ്റെ സ്പോൺസേർഡ് ആയിട്ടുള്ള എല്ലാ പരിപാടികളിലും ഇൻക്ലൂഡിങ് നൈറ്റ് റോഡ് ഷോ, അതിൽ പ്രമുഖയായിട്ടുള്ള ഈ ഒരു WCCയുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ് മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പം ഇത് സർക്കാരുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സ്പോൺസേർഡ് പരിപാടികൾക്കെല്ലാം അവർ നിൽക്കുന്നു. അപ്പോൾ സർക്കാരിന് എന്താണ് ശരിക്കും പ്രതിച്ഛായ? ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാ മേഖലയിലുള്ള സ്ത്രീകളെ ഞങ്ങൾ ശുദ്ധീകരിക്കുന്നു, ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു, പൊതുജനങ്ങളുടെ കാശെടുത്തിട്ട് കമ്മിറ്റി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. അതിൽ പ്രസക്തമായിട്ടുള്ള 62 പേജ് ഇല്ല. സ്വകാര്യത ലംഘിക്കപ്പെടും. ഈ സ്വകാര്യത അതെ, സ്വകാര്യത സിനിമയിലുള്ളവർക്ക് മാത്രം മതി. സ്വകാര്യത 5 ഒറ്റക്കാരെ ഇപ്പോൾ ഈ മൊഴി കൊടുത്തവരുടെ സ്വകാര്യത നമ്മൾ മാനിക്കണം. യെസ്, സ്വകാര്യത മാനിക്കണം. പക്ഷേ അവർ ആർക്കെതിരെയാണോ വിരൽ ചൂണ്ടിയത്, അവരാരൊക്കെയാണെന്ന് അറിയാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ താല്പര്യം പൊതുസമൂഹത്തിനില്ലേ? കാരണം ആ വേട്ടക്കാരന്മാർ അവിടെ ഉണ്ടല്ലോ. ഇനിയും ഇത് സിനിമ മേഖലയിൽ ഒരുപാട് സ്ത്രീകൾ വീണ്ടും, കാരണം ഈ സിനിമ എന്ന് പറഞ്ഞാൽ എന്തിനു സംരക്ഷിക്കണം സർക്കാർ സംരക്ഷണം. അതുപോലെ തന്നെ എന്തുകൊണ്ട് WCC സൈലൻറ്റ്? പിന്നെ തീർച്ചയായും വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മളിപ്പം നമ്മുടെ കേരളമായതുകൊണ്ട് തന്നെ വളരെ നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പണത്തിന് മീതെ പരുന്തും പറക്കില്ല. അത് സിനിമ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ. കാരണം ഇതേ സ്ത്രീവിരുദ്ധത തന്നെ ഞാൻ പറയുവാണ്. കാരണം ഇവിടെ നമുക്കറിയാം ആറാട്ടണ്ണൻ ഫോർ എക്സാമ്പിൾ, സ്ത്രീകളെല്ലാവരെയും കാണുമ്പോൾ അയാൾക്ക് ഇങ്ങനെ എല്ലാവരോടും ക്രഷാണ്. പുള്ളിയുടെ അവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നു. പക്ഷേ ആറാട്ടണ്ണനെതിരെ ഘോരം കേസെടുക്കാൻ
നടിമാർ ഒരുക്കമാണ്. കാരണം അയാളുടെ കയ്യിൽ കാശില്ല, ഒന്നുമില്ല. ഇത് ലാസ്റ്റ് വീക്ക് നമ്മൾ കേരളം കണ്ടു ഒരു ഉദ്ഘാടന വേദിയിൽ. ഇതും കൂടെ ഞാനിത് പറയാണ്, കാരണം ഈ ഒരു വിരുദ്ധത. കാരണം നമ്മൾ പറയണം, ഇതേ ഒരു നടിയുടെ മുന്നിൽ നിർത്തി, നടിയെ ഫ്രണ്ടിൽ നിർത്തി, നടിയെ ഏറ്റവും അതായത് ഇവിടെ ഒരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശം വന്നു. അത് ഞാൻ പറയുന്നില്ല, നമ്മൾ കണ്ടാണ് ജ്വല്ലറി, അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവരും കണ്ടതാണ് ആ വീഡിയോ അല്ലേ, ബോബി ചെമ്മണ്ണൂർ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനം അവർ അത് കേട്ട് നിന്ന് ചിരിക്കുകയാണ്. പുരാണത്തിലെ കഥാപാത്രം, അതായത് ആ നടിയെ കാണുമ്പോൾ പുരാണത്തിലെ കഥാപാത്രമായിട്ടുള്ള കുന്തിദേവിയെ ഓർമ്മ വരുന്നു. എന്താണ് കുന്തിദേവിയായിട്ടുള്ള പ്രസക്തി? ഇത് ആഹാരം കഴിക്കുന്നവർക്കറിയാം, പക്ഷെ മിണ്ടില്ല. എന്താണ്? ബോബി ചെമ്മണ്ണൂറിൻ്റെ കയ്യിൽ കോടികളുണ്ട്. ഇത് തന്നെയാണ് സിനിമാ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാശുള്ളതിനൊപ്പം. ഇതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടതുണ്ട്. ഇത് സ്ത്രീകൾ മാത്രം നേരിടില്ല, പുരുഷന്മാർ, ഏതൊക്കെയോ നടന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. അതെ, അതായത് അവരെ ഒരുപാട് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ബിംബം അല്ലെങ്കിൽ നമ്മൾ വലിയ സൂപ്പർ സ്റ്റാർസ് ആക്കി വെച്ചേക്കുന്നു, നമ്മളാക്കി വെച്ചതാണല്ലേ ഈ ഫാൻസ്. അവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ഫാൻ ക്ലബ്ബുകൾ ഉണ്ടാക്കുന്നു. അത് ക്രിമിനൽസ്. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്, ഡ്രൈവേഴ്സായിട്ട് ഈ സിനിമാ സെറ്റുകളിലെ പല പ്രമുഖരും വെച്ചേക്കുന്ന ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ 1 ക്രിമിനൽസ് ആണെന്ന്. അതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. അപ്പോൾ ഈ ഫാൻ ഫൈറ്റ് ഉണ്ട്, ഏജന്റുമാരുണ്ട് ഇവർക്ക്. അതെ, ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ സിനിമ മോശമാണെന്നുള്ള രീതിയിൽ റിവ്യൂ വന്നു കഴിഞ്ഞാൽ വെട്ടുകളി കൂട്ടം പോലെ സൈബർ അറ്റാക്സ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പ്രമുഖ. പക്ഷേ ഇത് ഉണ്ടാക്കി വെച്ചത് നമ്മൾ തമിഴന്മാരെ നോക്കി കളിയാക്കും, അവർക്ക് മാത്രമാണ് ഭയങ്കര സിനിമാക്കാരോടുള്ള ആരാധനയെന്ന്. സത്യത്തിൽ പ്രബുദ്ധരെന്ന് പറയുന്നത് നമ്മളാണ്. കാരണം അതിൻ്റെ പേരിൽ ഫാൻ ഫൈറ്റ് ക്ലബ്ബുകളും അടിയും പിടിയും, അവർക്ക് വേണ്ടി വെട്ടുകളി കൂട്ടം സ്ത്രീകളെ ഈ സൂപ്പർ സ്റ്റാർസിന് വേണ്ടി ഫാൻസ് ക്ലബ്ബുകൾ വേണ്ട എന്ന് ഒരു നടനും പറയുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർക്കിത് വേണം. കാരണം ഫാൻസ് അല്ലെങ്കിൽ അസോസിയേഷൻ്റെ മറവിലൊക്കെ നടക്കുന്നത് നല്ല രീതിയിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് തന്നെയാണ്. കാരണം ഇതേ നമ്മൾ പറയുന്നു, ഇപ്പോൾ സംഘടന അമ്മ എന്ന് പറഞ്ഞ ഒരു സംഘടന, ആ പേര് ഞാൻ എപ്പോഴും ചിന്തിക്കും. അമ്മ, സത്യം, അമ്മ എന്ന പേരിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് നടക്കുന്നത് എന്താണ്? അമ്മ മാറ്റി മാമയാക്കണം, പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈബർ അറ്റാക്കുകൾ നടക്കും സ്ത്രീകൾക്കെതിരെ തന്നെ, അതായത് സിനിമാ മേഖലയിലുള്ളവരല്ല, അല്ലാത്ത സ്ത്രീകൾക്കെതിരെ. ഇതേ സൈബർ അറ്റാക്കിൽ പ്രമുഖ നടന്മാരുടെ ഫാൻസ് വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെതിരെയൊന്നും ആർക്കും സംസാരിക്കണ്ട. ഈവൻ WCCയിലെ ആൾക്കാർക്ക് പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമാ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുള്ളവൻ രാജാവ്. അതെവിടെയും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാശുണ്ടോ നീ രാജാവ്. ആ തമ്പ്രാൻ സിൻഡ്രോം, നമ്മൾ ആ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തമ്പ്രാന്മാരുണ്ടെന്ന് പറയുന്നു. 15 പേര് ചേർന്ന കുറച്ച് പേര്, ഒരു കോക്കസ്, മേലാളന്മാർ, അടിയാളന്മാർ, ആ ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ജെൻഡർ പൊളിറ്റിക്സ്, അതും ചർച്ച ചെയ്യണം. കേരളത്തിൽ ഇവിടെ ജെൻഡർ പൊളിറ്റിക്സ് ഒരേ ഒരു കാര്യത്തിൽ മാത്രം, ശബരിമലയിൽ മാത്രം മതി ജെൻഡർ പൊളിറ്റിക്സ് എന്നാണ്, ബാക്കി ഒന്നിലും വേണ്ട. അതായത് നേരത്തെ ഒരു നിർമ്മാതാവ് പറഞ്ഞ പോലെ ഭക്ഷണത്തിൽ സ്ത്രീ, അതായത് ജൂനിയർ ആർട്ടിസ്റ്റ്, സീനിയർ ആർട്ടിസ്റ്റ്, വിവേചനങ്ങൾ, ഇതെല്ലാം എവിടെ നടക്കുന്ന? പ്രബുദ്ധ കേരളത്തിലാണ്. ടാഗ് ലൈൻസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആര് അബോളിഷ് ചെയ്യും തോന്നുന്നുണ്ടോ? ഇപ്പോൾ അമ്മയുടെ തലപ്പത്തിരിക്കുന്ന സിദ്ദിഖ് പറഞ്ഞത്, അതായത് ഒരാഴ്ച കൊണ്ട് ഇത് പഠിച്ച് അതിനുശേഷം നടപടി സ്വീകരിക്കും, സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നോ അതിനോടൊപ്പം നിന്ന് മുന്നോട്ട് പോകുമെന്നാണ്. ഈ സർക്കാരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. 5 വർഷം പൂഴ്ത്തിവെച്ച സർക്കാരാണ്. ഈ സർക്കാർ പൂഴ്ത്തിവെച്ച 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ റിപ്പോർട്ടിൻ്റെ അകത്തുള്ള പ്രമുഖർ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ, അവരുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലുള്ള പ്രമുഖന്മാർ തന്നെയാണ്, പലരും ഉണ്ടാവാം. അതിനോടൊപ്പം തന്നെ ഇതൊരു അവസരമാണല്ലോ, ബ്ലാക്ക് മെയിലിംഗ് ഉള്ള ഒരു അവസരമാണ്. ഈ 62 പേരുടെ ഇതിൽ പ്രമുഖരുണ്ടാവും, സൂപ്പർ സ്റ്റാർസ് എല്ലാം ഉണ്ടാവും, അതിന് ഒരു സംശയമില്ല. പേര് പറയാൻ പലരും ഭയക്കുന്നു. അപ്പോൾ ഈ ഭയം പലപ്പോഴും പറയുന്നുണ്ട്, ഈ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഭയം. അപ്പോൾ മാഫിയ ഉണ്ടെന്നല്ലേ? ആരെയാണ് ഭയക്കുന്നത്? വെളിയിൽ വന്നിട്ടില്ല. അപ്പോൾ അവിടെ സ്വകാര്യത. അപ്പം ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് എന്താണ് ഗുണം? പൊതുജനങ്ങളുടെ 1.5 കോടി ചെലവഴിച്ചൊരു കമ്മിറ്റി റിപ്പോർട്ട്, എന്തെങ്കിലും ഗുണമുണ്ടോ? അപ്പം ഞാനിത് പ്രതീക്ഷിച്ച് മൂടി വെക്കപ്പെടാനല്ല, ഇത് ഇവിടെ ഉടച്ചു വാർക്കാനൊന്നും പറ്റുന്നില്ല. 4-5 ദിവസം. കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെല്ലാം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും പറയുന്ന വിഷയങ്ങൾ തന്നെയാണ്. എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ടെന്നും സിനിമയിൽ വേണമെങ്കിൽ ഒരു അഞ്ജു, ഇതൊക്കെ അന്തരീക്ഷത്തിലുള്ളതാണ്. ഞാൻ ഇന്ന് ചില നടിമാരോടൊക്കെ സംസാരിച്ചു. അവർ പറഞ്ഞാണ്, അവർ ഇതുപോലുള്ള അനവധി ദുരനുഭവങ്ങളിലൂടെ കടന്നു പോയവരാണ്. പക്ഷെ അവർക്ക് തുറന്നു പറയാൻ പറ്റില്ല. അവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവസരം നഷ്ടപ്പെടും. ഇപ്പോൾ അങ്ങനെയുള്ള അവസരം വേണ്ട എന്ന് പറഞ്ഞ് പോട്ടെ എന്നൊക്കെ. പക്ഷേ ഒരു തൊഴിലല്ലേ, ഒരു തൊഴിൽ, മറ്റെല്ലാ തൊഴിലിനും മാന്യതയുണ്ട് അല്ലേ? ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഈ IT ഫീൽഡിൽ ഇങ്ങനെയുള്ള പീഡനം നടക്കുന്നു. ഈ മാധ്യമങ്ങളിൽ എന്താ പീഡനമില്ലേ? മാധ്യമങ്ങളിൽ പിന്നെ തൊഴിൽ, ഇവിടെ പീഡിപ്പിക്കപ്പെട്ടവരില്ലേ? പീഡിപ്പിച്ചവൻ ഇപ്പോഴും വാർത്ത വായിക്കുന്നില്ലേ? ഇല്ലേ? എല്ലാ മേഖലയിലുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സംവിധാനമുണ്ട്. ഇപ്പോൾ HR ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. സിനിമയിൽ അങ്ങനെയൊന്നുമില്ല.
എവിടെ പോയി പരാതി പറയും? ഇപ്പോൾ ICC-യുടെ മുമ്പിൽ പരാതി പറഞ്ഞിട്ടൊരു കാര്യമില്ല. ICC പിന്നെ ദുർബലമാണ്, നിർജീവമാണ്. അപ്പോൾ മറ്റ് മേഖലകളുമായിട്ട് താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കമ്പാരിസനെ അടിസ്ഥാനമില്ല. പക്ഷേ ഇവിടെ വെള്ളിയാഴ്ചയും വ്യവസ്ഥയും ഉണ്ടാവണമെങ്കിൽ അതിനാര് തയ്യാറാകും? ഇപ്പോൾ എല്ലാ തൊഴിലിടങ്ങളിലും നമ്മുടെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധന നടത്തുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ സിനിമാ മേഖലകളിൽ ഇത്തരം മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉള്ള, മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന ഇത്തരം ഇടങ്ങൾ, തൊഴിലിടങ്ങൾ എന്തുകൊണ്ട് പിന്നെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കുന്നില്ല? അതൊക്കെ ചെയ്യാലോ, സർക്കാരിന് ചെയ്യാലോ, അതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാമല്ലോ. എന്തുകൊണ്ടൊരു മോണിറ്ററിംഗ് ഉണ്ടാവുന്നില്ല? ഇതിപ്പോൾ ഞങ്ങളാണ് രാജാക്കന്മാർ, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, ഞങ്ങൾ പറയുന്നതാണ് ഇവിടുത്തെ നിയമം, ആ നിയമം ഞങ്ങൾ നടപ്പിലാക്കുന്നു, അതിനനുസരിച്ച് മറ്റുള്ളവരെല്ലാം പ്രവർത്തിച്ചോളണം. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവേണ്ട. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, പൂച്ചക്കാരും മണികെട്ടും. ായിട്ടുള്ള ചോദ്യമാണ്. കേരളത്തിൽ പൂച്ചക്കാരും മണി കെട്ടാൻ പോകുന്നില്ല. കാരണം ഇവിടെ നമ്മൾ പറയും മോന്തായം വളഞ്ഞാൽ സർവ്വവും വളഞ്ഞു, ആ ഒരു അവസ്ഥയാണ്. എല്ലായിടത്തും ഇവിടെ എവിടെയാണ് സ്ത്രീക്ക് സുരക്ഷിതത്വം ഉള്ളത്? ഒരിടത്തും ഇല്ല. വനിതാ മന്ദിരത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ വിരുദ്ധത നടക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഇവിടെ പൂച്ചക്കാർ മണികെട്ടും അതൊരു വലിയൊരു ക്വസ്റ്റ്യനായിട്ട് തന്നെ നിൽക്കും ഈ ചോദ്യം. ഈ മാധ്യമങ്ങൾ കുറച്ച് ദിവസം ഇത് ചർച്ച ചെയ്യും. അപ്പോഴേക്കും പൊളിറ്റിക്കലായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം മറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം, നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു പൊതു രീതി അതാണല്ലോ, വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ചർച്ച ചെയ്യാൻ. ഈ സിനിമാ മേഖല ആകുമ്പോൾ ഒരു ഗ്ലാമറസ് ഫീൽഡാണ്. കുറച്ച് എന്താ പറയാ, എല്ലാവർക്കും ഇഷ്ടമുള്ള മസാല കഥകളും ഒക്കെ വരും. 2:30 മണിക്ക് എന്തൊരു ആർത്തിയും ആക്രാന്തവുമായിരുന്നു മാധ്യമപ്രവർത്തകർക്ക്. ഒരു മസാല കുറെ കഥകൾ വരും. പൈങ്കിളി കഥകളാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ നമുക്ക് വേണ്ടത് പൈങ്കിളി കഥകളല്ല. പക്ഷെ നമ്മുടെ പ്രബുദ്ധർക്ക് പലർക്കും ആവശ്യം ഇത് വെച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇനി പല കഥകൾ വരും. നമുക്ക് കാണാം, ഒരാഴ്ച മുഴുവൻ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതായിരിക്കും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോഴേക്കും കേരളത്തിൽ നടക്കുന്ന വേറെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്, അത് മറയ്ക്കപ്പെടും. ഇതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷാജഹാൻ, മൂടി വെക്കുമോ ഉടച്ച് വാർക്കുമോ? എന്താണ് താങ്കളുടെ പ്രതീക്ഷ? കാരണം എൻ്റെയും താങ്കളുടെയൊക്കെ നികുതി പണമാണ് ഈ കൊടുത്ത 1 കോടിയിൽ പരം രൂപയിൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ നികുതി പണം ഉണ്ട് അല്ലേ? അതിൽ ഞാൻ ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ സംഘടനയൊന്നും ഞാൻ പൂർണ്ണമായി വൗച്ച് ചെയ്യുന്നൊന്നുമില്ല. അത് ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകളാണ് അവർക്കുള്ളത്. അതിൽ സർക്കാരിനെ താങ്ങുന്ന ഒരുപാട് നടിമാരുണ്ട്. അതിൽ എൻ്റെ ഒരു അടുത്ത സുഹൃത്തു ഒരു വനിതയുമുണ്ട്, സീഡിൽ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നു, ഞാൻ അവരുടെ പേര് പറയുന്നില്ല. അപ്പോൾ അത് വളരെ ഏകപക്ഷീയമായിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങൾ ഈ അവസാനം പറഞ്ഞ ഈ ബോബി ചെമ്മണ്ണൂർ ഒരു വനിതയെ നിർത്തി ചെയ്തത് കണ്ടല്ലോ, കുന്തി ദേവി എന്ന് പറഞ്ഞ കണ്ടല്ലോ. അപ്പോഴൊന്നും ഈ വനിതാ വിമൻ ഇൻ കളക്റ്റീവിൻ്റെ ഒന്നും പിന്നെ ആവേശമൊന്നും അവിടെ ഉയർന്നൊന്നും കണ്ടില്ല. അതുകൊണ്ട് അവരെ കുറിച്ചിട്ടൊന്നും ഞാൻ അവരെ പൂർണ്ണമായി വൗച്ചൊന്നും ചെയ്യുന്നില്ല കേട്ടോ, അതിലൊന്നും ഒരു ഇതും വേണ്ട. പക്ഷേ ഈ കാര്യത്തിൽ അവരുടെ ഇടപെടൽ ഒരു പോസിറ്റീവ് ഉണ്ടാക്കി എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. അത്രയും മാത്രമേ ഞാൻ അവരെ പിന്തുണയ്ക്കുന്നുള്ളൂ, അത്രയും പിന്തുണയ്ക്കും. പക്ഷേ എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ സിനിമയിൽ അഭിനയിക്കുന്ന നടിമാര് ഒക്കെ തന്നെ വന്നിരുന്നിട്ട് എല്ലാവരെയും ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നു, എല്ലാ പുരുഷന്മാരെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നു. അവർ പറഞ്ഞു, ഇപ്പോൾ ഒരു വനിത അവിടെ വന്നിരുന്ന് അത് പറഞ്ഞു. നേരത്തെ ഒരു തിരക്കഥാകൃത്ത് ഒരു പുരുഷനും വന്നിരുന്ന് ഇത് തന്നെ പറഞ്ഞു, എല്ലാവരെയും സംശയത്തിൻ്റെ നിഴലിൽ എന്ന് പറഞ്ഞു. ഈ പിന്നെ നടിയായിട്ടുള്ള ഈ വനിതയും നേരത്തെ ഇരുന്ന തിരക്കഥാകൃത്തും സ്ത്രീകളെ പൊതുവിൽ അങ്ങ് കുറ്റപ്പെടുത്തി. സ്ത്രീകൾ ഇങ്ങനെ മത്സരിച്ച് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ഞാൻ പറയുമ്പോൾ പ്രയാസമൊന്നും, ഒരു വളരെ വികലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണിത്. ഒന്ന്, എല്ലാവരെയും സംശയത്തിൻ്റെ നിഴലിൽ ഹേമ കമ്മിറ്റി നിർത്തിയിട്ടില്ല. ഹേമ കമ്മിറ്റി വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നുണ്ട് ഇതിൽ നല്ല ആളുകൾ ഉണ്ട്. ഉദാഹരണം പറയുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു സിനിമാറ്റോഗ്രാഫറുടെയും ഒരു പ്രൊഡ്യൂസറുടെയും ഒരു പിന്നെ സംവിധായകൻ്റെ കാര്യം പറയുന്നുണ്ട്. വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നതെന്ന് മൊഴി കൊടുത്തവർ പറയുന്നു. അതുകൊണ്ട് ഇങ്ങനെ വന്നിരുന്നേച്ച് എല്ലാവരെയും സംശയത്തിന് മുന്നിൽ നിർത്തി എന്നൊന്നും ദയവ് ഇത് പറയരുത്. അതൊന്നും ശരിയല്ല. എല്ലാവരെയും സംശയത്തിന് മുന്നിൽ നിർത്തിയിട്ടില്ല. എന്നാൽ സംശയത്തിൻ്റെ മുനയിൽ നിർത്തേണ്ടവന്മാരുണ്ട്, അവരെ സംശയത്തിൻ്റെ മുനയിൽ നിർത്തിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി. അവരെ ഇനിയും ജനങ്ങൾ സംശയത്തിൻ്റെ മുനയിൽ നിർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ ഞാൻ ന്യായീകരിക്കുന്നത്. കാരണം ഇതുവരെ ഒരു വെളിവും വെള്ളിയാഴ്ചയില്ലാതെ എന്ത് തോന്നിവാസവും എന്ത് ചെറ്റത്തരവും നടക്കുന്ന ഒരു മേഖലയായിരുന്നു സിനിമാ മേഖല. അവിടെ ആരും ചോദിക്കാനും പറയാനുമില്ല, എന്തും നടക്കും. നേരത്തെ തിരക്കഥാകൃത്ത് വന്നിരുന്നങ്ങ് പറഞ്ഞു,
ഏതാനും എനിക്കൊന്നൊരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് അലൻസിയർ എന്ന് പറഞ്ഞൊരു നടനുണ്ട്. അലൻസിയർ അയാൾ കാണിച്ച വൃത്തികേട്, ഒരു വനിത, അവരൊരു മീറ്റൂല് പുറത്തു വന്ന വനിതയാണ് അവർ മെൻസ്ട്രുവൽ പീരീഡിന്റെ സമയത്ത് സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ട് അവർ സഹിക്കാൻ മേലാതെ അവർ പോയി പുതപ്പിനടി കിടന്നപ്പോൾ അതിനടിയിൽ പോയി കയറി കിടന്നവനാണ് ഈ അലൻസിയർ എന്ന് പറഞ്ഞവൻ. അവനെയൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് ഈ 2 വനിതകൾ ഇരിക്കുന്നുള്ളത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അവൻ 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 പിന്നെ ഈ സ്ത്രീയുമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മീനിന്റെ വലിയ കഷ്ണമൊക്കെ എടുത്തിട്ട് ഈ സ്ത്രീയുടെ മുഖത്ത്, ഈ വനിത ആ സിനിമയിൽ അഭിനയിക്കുന്ന നായികയാണ്, അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഈ മത്സ്യത്തിന്റെ കഷ്ണം വെച്ച് ഇങ്ങനെ നക്കുവാരെന്നാണ് പറയുന്നത്. അവനെയൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഒരു ഒറ്റ അടിക്ക് 32 പല്ല് ഞാൻ അവിടെ താഴെ ഇട്ടേനെ. അതുപോലുള്ള വൃത്തികെട്ട നരാധമന്മാർ, VS അച്യുതാനന്ദൻ പറഞ്ഞ നരാധമന്മാർ ഈ സിനിമാ നടന്മാരുടെ, സൂപ്പർ സ്റ്റാർമാരുടെ ഇടയിൽ ഉണ്ട്. ഇവരൊക്കെയാണ് സാംസ്കാരിക നായകന്മാർ. ആ സാംസ്കാരിക നായകന്മാരെ എല്ലാവരും പൊക്കിക്കൊണ്ട് നടക്കും. അപ്പൊ ഞാൻ മോഹൻലാലിനെയൊക്കെ ഒരുപാട് അനുകൂലിച്ച് പറഞ്ഞിട്ടുള്ളവനാണ് ഞാൻ. മോഹൻലാലിന്റെ നേരെന്ന് പറഞ്ഞ സിനിമ ഞാൻ റിവ്യൂ ചെയ്തിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടതാണ്. പക്ഷെ മോഹൻലാലിനോട് നിങ്ങൾ 3000 സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ മോഹൻലാൽ കയ്യും തിരുമ്മിയിരുന്നിട്ട് അത് 3000 അല്ല എന്ന് പറഞ്ഞാൽ ആ മോഹൻലാലിനെ ഒന്നും പൊതുജനം പിന്തുണയ്ക്കുമെന്നൊന്നും ആരും വിചാരിക്കരുത്. വിമർശനങ്ങൾക്ക് ആരും വിചാരിക്കരുത്. അതൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ഈ വനിതയോട് ഞാൻ പറയുകയാണ്, സ്നേഹ ബഹുമാനത്തോട് ഞാൻ പറയുകയാണ്, എല്ലാ പുരുഷന്മാരെയും ഒന്നും സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിട്ടില്ല. എല്ലാ പുരുഷന്മാരും മോശമല്ല. അനിൽ പറഞ്ഞല്ലോ, ഈ റിപ്പോർട്ടിൽ പുരുഷന്മാരും വന്നവരുടെ പരാതി പറഞ്ഞിട്ടുണ്ട്. വനിതകൾ മാത്രമല്ല പുരുഷന്മാരും പരാതി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ കുറച്ചെങ്കിലുമൊക്കെ പുറത്തു വന്നത് ശരി തന്നെ. പിന്നെ രണ്ടാമത് വനിത അവിടെ നിന്നിരുന്ന് പറഞ്ഞല്ലോ സ്ത്രീകൾ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന്. സ്ത്രീകൾ ഇങ്ങനെ നടക്കാൻ കാരണം എന്താണ് വനിത എന്ന് പറഞ്ഞേ? ആ സാഹചര്യമല്ലേ ആ സ്ത്രീകളെ അങ്ങനെ ആക്കി മാറ്റുന്നത്? ആ സാഹചര്യമല്ലേ സ്ത്രീകളെ ഇതുപോലെ ചൂഷണത്തിന് വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന സാഹചര്യമല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള ചില ഇനിഷ്യേറ്റീവ്സ് അല്ല ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഇതുപോലുള്ള ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാകുമ്പോൾ ആ ഇനിഷ്യേറ്റീവ്സിനെ ഈ മേഖലയിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന നിങ്ങൾ ദയവ് ഇത് വന്ന് ന്യായീകരിക്കരുത്. അത് ഈ അധമ പ്രവർത്തനങ്ങൾക്കുള്ള ആനുകൂല്യമായി ശരിയായി ആളുകൾ കാണും. അങ്ങനെ അത് ശരിയല്ല. എല്ലാ സ്ത്രീകളും മോശക്കാരാണെന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ സ്ത്രീകളെ അതിഭീകരമായി പീഡിപ്പിക്കുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല എന്നുള്ളത് സംബന്ധിച്ച് കുറച്ചെങ്കിലും ട്രിക്കിൾ പോലെയെങ്കിലും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ സംഭവമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുകൊണ്ടെല്ലാം മാറുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം ഇതിനൊക്കെ എല്ലാ വൃത്തികേടും കാണിച്ച് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ഒരുത്തനാണ് മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അയാളുടെ ചാനലിന്റെ ചെയർമാനാണ് മമ്മൂട്ടി. കുറെ കാലമായിട്ട് ഞാൻ പറഞ്ഞ മമ്മൂട്ടിയൊക്കെ ഇവിടുത്തെ ഏറ്റവും വലിയ നന്മ മരമെന്നല്ലേ പറയുന്നത്. മമ്മൂട്ടിക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് എനിക്ക് അറിയാനുണ്ട്. മമ്മൂട്ടിയുടെ അഭിപ്രായം അറിയുന്ന മോഹൻലാലിന്റെ അഭിപ്രായം അറിയണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും നടന്മാർ അഭിപ്രായം പറയുന്നത് താങ്കൾ കരുതുന്നു? അല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് മമ്മൂട്ടിയുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. മമ്മൂട്ടിയുടെ അഭിപ്രായം ഞാൻ പരസ്യമായിട്ടൊരു വീഡിയോയിലും ചോദിക്കുന്നുണ്ട്. എന്താണ് മമ്മൂട്ടി പറയാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിയണം. ഒരൊറ്റ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കാറിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ അത് 2017 നടന്നത് 2024 അതെവിടെയാണ് ഇഴഞ്ഞു നീങ്ങുന്നതെന്ന് ഈ നടിമാരൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അത് എവിടം വരെ എത്തിയെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടെന്താണെന്നറിയോ? ഒരു കീഴ്ക്കോടതിയിൽ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ 96 ദിവസമായിട്ട് വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. 96 ദിവസമായി ഈ നടിയെ ആക്രമിച്ച കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു കീഴ്ക്കോടതിയിൽ ഒരു വനിതാ ജഡ്ജി, ഒരു CPM നേതാവിന്റെ മകളും കൂടെയാണ്, അതിൽ പേര് പറയരുതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു, അവർ 96 ദിവസമായി അവര് വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമിക്കപ്പെട്ട നടി, ആ വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്, അത് കൈവശം വെച്ച് ആസ്വദിച്ചവരുണ്ട്, ന്യായാധിപന്മാർ വരെ ഉണ്ട് ആ പെൻഡ്രൈവ് ആസ്വദിച്ചവര്. എന്നിട്ട് ആ ആക്രമിക്കപ്പെട്ട നടിയെ കോടതിയിൽ വെച്ച് അശ്ലീലമായിട്ടുള്ള ചോദ്യങ്ങൾ ഒരാഴ്ച ചോദിച്ചിട്ട് കോടതി കിടന്ന് അവര് പൊട്ടിക്കരയുകയായിരുന്നു. അന്ന് ഈ നടിമാരൊക്കെ എവിടെ പോയി? ആർക്കും ഒന്നും ഒരു പ്രശ്നമില്ലല്ലോ.
അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. ആ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഒബ്ജക്റ്റീവായി കാണുന്നതിന് പകരം എല്ലാ നടന്മാരെയും പിന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി സ്ത്രീകളും ഇതുപോലെ മോഹൻലാലിന്റെ പുറകെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ജനറലൈസ് ചെയ്ത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കരുത്. വലിയൊരു സേവനമാണ് ഹേമ കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. അത് വെച്ചുകൊണ്ട് ഈ സിനിമാ രംഗത്ത് ചെറിയൊരു മാറ്റമെങ്കിലും വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം പൊതുവായിട്ട് എടുത്തുവെച്ചാൽ മതി. വ്യക്തിപരമായിട്ട് ദയവ് ചെയ്ത് ഒന്നും എടുക്കരുത്. ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു 50-60 പേജ് വായിക്കാൻ എനിക്ക് സമയം കിട്ടിയുള്ള അനിൽ തന്നത്. അത് വായിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അതൊരു സിഗ്നിഫിക്കന്റ് സ്റ്റെപ്പാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, ശ്രീമതി ഉഷ, ഇനി എന്ത് സംഭവിക്കും? ഇപ്പോൾ റിപ്പോർട്ടൊക്കെ വന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരു സ്വയം ശുദ്ധീകരണത്തിന് മലയാള ചലച്ചിത്ര മേഖല തയ്യാറാകും എന്ന് കരുതുന്നുണ്ടോ? നമ്മളൊക്കെ ആരാധിക്കുന്നവർ അതിന് മുൻകൈ എടുക്കും എന്ന് കരുതുന്നുണ്ടോ? അമ്മ സംഘടന അതിന് നേതൃപരമായ പങ്ക് വഹിക്കും എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്തവർ ഇനി ഭയപ്പെടണം, കുറ്റം ചെയ്യാത്തവർ അവിടെ ഇരിക്കും. നിർബന്ധിച്ചിട്ട് അല്ലെങ്കിൽ നിർബന്ധപൂർവം വരുന്ന എല്ലാ പെൺകുട്ടികളെ, ആർട്ടിസ്റ്റുകളെ അല്ലാത്തവർ അവർ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവർ, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണമെന്നാണ്. അവർ ഇനിയും തിരുത്താൻ തയ്യാറല്ല. ഇപ്പം പിന്നെ 2-3 ആർട്ടിസ്റ്റുകൾ ഭയങ്കരമായിട്ട് ഡ്രഗ്സ് അടിക്കുകയോ സെറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തപ്പോൾ അവരെ ഒരു വർഷമെങ്കിലും സിനിമയിൽ നിന്ന് മാറ്റി നിർത്താതെ ഉടനെ ചേർത്ത് പിടിച്ച് അവരെ കൊണ്ടുവന്നിട്ട് വീണ്ടും വീണ്ടും സിനിമയിൽ അഭിനയിപ്പിക്കുമ്പോഴൊക്കെയാണ് സിനിമാ ലോകം ഇല്ലെങ്കിൽ സംഘടന വഴിതെറ്റിപ്പോകുന്നത്. സംഘടന ശക്തമായിരുന്നിട്ട് ആരാണോ തെറ്റ് ചെയ്തത് അവരെ മാറ്റി നിർത്തിയിട്ട് തെറ്റ് അനുഭവിച്ചവരെ ചേർത്ത് പിടിച്ച് അമ്മയുടെ മക്കളായി കണ്ട് അമ്മ എന്ന് പറയുന്ന ആ ഒരു പുണ്യമായ വാക്കിന്റെ അർത്ഥം എല്ലാ മക്കൾക്കും, അതായത് അമ്മയിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ തന്നെ ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് കാട്ടിക്കൊടുക്കണം. ഇല്ലെങ്കിൽ ഇവിടെ ലോകം മുഴുവനും അമ്മ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇഷ്ടം പോലെ മോശമായിട്ടുള്ള കമന്റുകൾ ഞാൻ കേൾക്കുന്നുണ്ട്, വായിക്കാറുമുണ്ട്. അവര് സംഘടനയായിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പൊ വന്ന പെൺകുട്ടികളെയൊക്കെ അതായത് ആ പെൺകുട്ടികൾ ഈ പറയുന്ന ഹേമ കമ്മീഷനെ ശക്തമായി കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ എഴുതുന്ന കമന്റാണ് ഈ അമ്മ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഈ തീട്ടത്തെ ഇവരെന്തിനാണ്, അവരാണ് പറയുന്നു ഞങ്ങൾ ഹേമ കമ്മീഷനെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇവിടെ മനോരോഗികളാണ് കൂടുതലുള്ളത്. മനോരോഗം. ഒരു മനുഷ്യൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയെ അതിദാരുണമായിട്ട് ചിത്രവധം ചെയ്യുന്നവര്. എന്തിനാണ് നമ്മുടെ പിന്നെ നയൻതാര കല്യാണം ഇതിന്റെ അടിയിൽ വന്ന കമന്റ്സ് നിങ്ങൾ പ്രബുദ്ധ മലയാളികൾ എഴുതിയ കമന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ എന്താ അശ്ലീലമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ആർട്ടിസ്റ്റുകളുടെ മക്കളുകൾ അവരെവിടെയെങ്കിലും പോയി ഒരു ജോലിക്ക് ചേർന്ന് കഴിഞ്ഞാൽ അതിക്രൂരമായ ഭാഷയിലാണ് അവരെ പറ്റി സംസാരിക്കുന്നത്. അച്ഛൻ തെറ്റ് ചെയ്താൽ മക്കളെ പീഡിപ്പിക്കുന്ന കാലത്തിലേക്കൂടിയാണ് നമ്മൾ കടന്നുകൊണ്ട്. ആത്മനിർവൃതി, അതായത് അവനത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന അതിക്രൂരമായ വൃത്തികെട്ട ലാംഗ്വേജിൽ മലയാളത്തിൽ എഴുതി വെക്കുകയാണ്. ലോകം മുഴുവനും നമ്മൾ സഞ്ചരിച്ചാലും ശരി, ഇത്രയ്ക്ക് വികൃതമായ വൃത്തികെട്ട ഭാഷയിൽ പ്രതികരിക്കുന്ന ഒരു സമൂഹം ഈ മലയാള മണ്ണിൽ മാത്രമേ ഉള്ളൂ. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഇവിടെ സിനിമാ ലോകത്തുള്ളൂ, അത് തെറ്റാണ്. ലോകത്ത് മലയാളികൾ എവിടെയുണ്ടോ അവർ മലേഷ്യയിൽ പോയാലൊക്കെ ഒരു ചുവന്ന ബൾബ് കെട്ടിയിട്ട് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ ലൈസൻസ് ഉള്ള കേന്ദ്രങ്ങളുണ്ട്. കേരളത്തിൽ ഇല്ല. കേരളത്തിൽ എന്ന് അതുപോലത്തെ ലൈസൻസ് ഉള്ള വ്യഭിചാരശാലകൾ കൊണ്ടുവരുന്നു അന്ന് തീരും നികൃഷ്ടമായ ഭാഷയിൽ ആണുങ്ങൾ, അതായത് ഏറ്റവും നികൃഷ്ടമായ ഭാഷയില് ആണ് പെണ്ണിനെ ചിത്രവധം ചെയ്ത് സംസാരിക്കുന്നത് തീരണമെങ്കിൽ നമ്മൾക്ക് ആദ്യം വേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കാരണം ഞാൻ കണ്ടെടുത്തോളം അങ്ങനെയാണ്. ഇവിടെ ഒന്നിനും എല്ലാവരും തലയിൽ മുണ്ടിട്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് എന്താ പറയാ, അവൻ അത് ചെയ്തു, ഇവൻ ഇത് ചെയ്തു, മറ്റവൻ അത് ചെയ്തു, ഞാൻ എന്താണെന്ന് ആദ്യം ചിന്തിക്കൂ. ഞാൻ
ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവർ, വിവേകമുള്ളവർ, വിജ്ഞാനമുള്ളവർ എന്ന് പറയുന്ന നമ്മൾ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും മലയാളി എന്ന് പറഞ്ഞ ആളുകൾക്ക് പുച്ഛമാണ്. ഇപ്പോ കാറി തുപ്പേണ്ട അവസ്ഥയിലോട്ടാണ് മലയാളിയുടെ അവസ്ഥ. എന്തുകൊണ്ട് അങ്ങനെ? എന്തുകൊണ്ട് നമ്മൾ ഇത്രയ്ക്ക് അധപ്പതിച്ചു പോയി? ഒരു കാര്യത്തിന് ഒരു 5-8 വർഷമായിട്ട് കേരളത്തിന്റെ അവസ്ഥ ദയനീയമാണ്. ദയനീയമായ അവസ്ഥയിലേക്ക് കൂടിയാണ് കടന്നു പോകുന്നത്. ഞാൻ 2 കേസ് കമ്മീഷണർ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. ഒരുത്ത 30 ലക്ഷം രൂപ എന്നെ പറ്റിച്ച് ട്രേഡിംഗ് കമ്പനി ഇട്ടിട്ട് അവൻ എന്നോട് ചോദിക്കുന്ന ആളുകൾ എന്നോട് ചോദിക്കുന്നു, ട്രേഡിംഗ് കമ്പനിയിൽ നിങ്ങൾ എന്തിനാ പൈസ ഇട്ടേന്ന്? ഒരു കമ്പനിയിൽ പൈസ ഇട്ടത് പോലും തിരിച്ചു മേടിച്ചു തരാൻ ഇവിടെയുള്ള പോലീസിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മളാണ് ഉള്ളത്. ഈ വീട്ടിന്റെ പുറത്തോട്ട് ഇറങ്ങിപ്പോയാൽ ഏത് മക്കളാണ് തിരിച്ചിട്ട് ജീവനോടെ ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നത്? ആൺകുട്ടികൾക്ക് സുരക്ഷിതത്വം ഉണ്ടോ? പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം ഉണ്ടോ? വലിയ ആളുകൾക്ക് സുരക്ഷിതത്വം ഉണ്ടോ? അവർ പുറത്തോട്ട് ഇറങ്ങിപ്പോയാൽ ആരാണ് തിരിച്ചിട്ട്? അവർ തിരിച്ച് ഏത് മക്കളാണ് നമ്മുടെ വീട്ടിന്റെ അകത്തോട്ട് തിരിച്ചു വരിക? ഇത് മാറ്റിയെടുക്കൂ, മാറ്റിയെടുത്തേ പറ്റൂ. കാരണം നല്ലൊരു കേരളം അത് നശിപ്പിക്കപ്പെടാൻ പാടുള്ളതല്ല. പ്ലീസ്. കേരളത്തെ നല്ലതാക്കി മാറ്റാൻ സാംസ്കാരിക പ്രവർത്തകരുടെ നിസ്തുലമായിട്ടുള്ള ആ പങ്കും ഉണ്ടാവണം. അത് സിനിമാ മേഖല അറിയാലോ, സാംസ്കാരിക രംഗവുമായിട്ട് ഇഴചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. ഷർഷാദ്, എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല, ഇതിനകത്തിപ്പം എന്തിനാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ ഉള്ളത്? എന്തിനാണ് 5 വർഷം ഇത് പൂർത്തിവെച്ചെന്നുള്ളതാണ് ഒരു മെയിൻ ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയും വലിയൊരു സംഭവം ഇപ്പൊ 5 വർഷം, സത്യത്തിൽ 5 വർഷം സംരക്ഷിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് 5 വർഷം കോൾഡ് സ്റ്റോറേജിൽ വെച്ചത്. അതെ, 5 വർഷം മുമ്പ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം എന്റെ കുടുംബം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. കാരണം ഞാൻ ഇത്ര വലിയൊരു റിപ്പോർട്ട് എനിക്ക് ആ സമയത്ത് പബ്ലിഷ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലിയെ ഈ ഇൻഡസ്ട്രി വിശ്വസിച്ചും കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യില്ലായിരുന്നു. കാരണം ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്ന് അന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ അനുവദിക്കില്ലായിരുന്നു. എനിക്കത്ര മാത്രമേ പറയാനുള്ളൂ. പക്ഷെ വീണ്ടും ഞാൻ പറയാണ്, ഈ റിപ്പോർട്ട് ഇപ്പൊ ഈ വന്നിരിക്കുന്ന റിപ്പോർട്ടിന്റെ മുകളിൽ ഈ മറച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരുടെ പേരോ ഐഡന്റിറ്റിയോ ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല. കാരണം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിന്റെ ആൾക്കാർ തന്നെയാണ് ഇതിനകത്തുള്ള മെയിൻ പങ്കാളികളും. അവരുടെ പണങ്ങളും അവരുടെ മറ്റ് പല സൗകര്യങ്ങളുമാണ് ഈ മലയാള സിനിമാ മേഖലയിൽ കൂടി കയറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിന് വ്യക്തമായ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ വരെ സിനിമാ മേഖലയിൽ പണമിടപാട് നടത്തുന്നുണ്ടെങ്കിൽ എങ്ങനെ പിന്നെ കള്ളത്തരങ്ങൾ പുറത്തു വരൂ? ആരാണ് ഇപ്പം അതിൽ ഏറ്റവും വലിയ എന്റെ 2 പെറ്റീഷൻ 1.5-2 വർഷത്തോളായിട്ട് FIR ഇടാതെ കിടക്കുന്നത്? ഞാനത് ജില്ലാ പോലീസ് മേധാവിക്ക് കോപ്പി കൊടുത്തു, അവിടുന്ന് സംസ്ഥാനത്തെ DGPക്ക് കോപ്പി കൊടുത്തു. എന്നിട്ട് പോലും ഇന്നത്തെ ഡേറ്റ് വരെ ആ 2 പരാതികളും FIR ആയിട്ടില്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനുമായിട്ട് ആ പ്രതിക്കുള്ള ബന്ധം തന്നെ അല്ലേ ഷർഷാദെ? അതുകൊണ്ടാണ് അയാളെ സംരക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മാത്രമല്ല, ആ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കും പങ്കുണ്ട് പുള്ളിയായിട്ട്. അതും ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തു വിട്ടിട്ടുണ്ട്. ഒരാള് മാത്രമല്ല ഈ ഇദ്ദേഹത്തിനെ ഈ പറയുന്ന ഈ പുതുമുഖ നിർമ്മാതാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ല. ഇന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന മകൻ അദ്ദേഹത്തിന്റെ മകനാണ്. അവനും ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോഴും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകന്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ നമുക്ക് എവിടുന്ന് നീതി കിട്ടും? 100% ഈ റിപ്പോർട്ടിന്റെ മേലിൽ ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പൊ മുമ്പ് മറ്റുള്ളവർ പറഞ്ഞതുപോലെ ഇത് മറ്റിപ്പം വടകരയിലുള്ള മറ്റു ഇഷ്യൂസും മറ്റു ലോക്കലായിട്ട് നടക്കുന്ന പല ഇഷ്യൂസും മറച്ചു വെക്കാൻ വേണ്ടി ഇപ്പം ഇതൊന്ന് പുറത്ത് വിട്ട് മറ്റുള്ളവർക്ക് പുകമറിയാക്കി വെച്ചോണ്ടിരിക്കുകയാണ്. ഇത്ര മാത്രമേ ഇതിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. മലയാള ചലച്ചിത്ര മേഖലയെ ഇനിയും അധോലോകം ഭരിക്കരുത്. ഇങ്ങനെയൊരു കമ്മിറ്റിയെ നിയോഗിച്ചതിന് പിന്നിൽ സർക്കാരിന് സതുദ്ദേശമുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികളുമായി സർക്കാർ
മുന്നോട്ട് പോകണം. അതാണ് ഇനി റിപ്പോർട്ടിന്മേൽ അടിയന്തരമായി ചെയ്യേണ്ടത്. അതാണ് കേരളം ഉറ്റുനോക്കുന്നതും. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.